അങ്ങനെ ഈശാവാസ്യപുരുഷത്തിന്റെ ആഖരി ക്ലാസ്, അവസാന ക്ലാസ് നടക്കുകയാണ്. 49ാമത്തെ പേജ്, 18ാം മന്ത്രം 49ാമത്തെ പേജ്. ടീക്കയില് താഴെ രണ്ടാമത്തെ പങ്ക്തി കണ്ടോ? സഹ സംഭാവന അനുപപത്തവപി ക്രമേണ ഏകാശ്രീ വിദ്യാവിദ്യ സ്യാദാമിതി ചേത്. പൂർവപക്ഷി ചോദിക്കുകയാണ്, ഒന്നിച്ചു വരത്തില്ലെങ്കിലും ഏതൊക്കെ? ജ്ഞാനവും കർമ്മവും, അഥവാ ജ്ഞാനവും കർമ്മോപാസനയും. വിദ്യ കൊണ്ട് ജ്ഞാനം, അവിദ്യ കൊണ്ട് കർമ്മോപാസന എന്ന് എടുത്തോ. അപ്പോൾ സഹസംഭവ അനുപപത്തവപി, ഒന്നിച്ചു വരത്തില്ലെങ്കിലും ക്രമേണ ഏകാശ്രയ വിദ്യാവിദ്യ സ്യാദ, ഒരേ ആശ്രയത്തിൽ, ഒരേ വ്യക്തിയിൽ തന്നെ ക്രമത്തിൽ വിദ്യാവിദ്യകൾ സംഭവിക്കാൻ പാടില്ലേ? ശ്രദ്ധിച്ചോ? ഇതൊക്കെ നമ്മൾ പണ്ടേ തുടങ്ങിയ പ്രസംഗമാണ്, ഇപ്പോൾ അവസാനിപ്പിക്കുകയാണ്. സിദ്ധാന്തി പറയാണ്, യതി പൂർവം അവിദ്യ പശ്ചാത് വിദ്യേതി ക്രമസ് തർഹി ഇഷ്യത ഏവ. ഇങ്ങനെയാണെങ്കിൽ ഇഷ്ടമാണ്. എന്ത്? പൂർവം അവിദ്യ, പിന്നെ വിദ്യ എന്ന് പറയുന്ന ജ്ഞാനം. അപ്പൊ ജ്ഞാനത്തിന് മുന്നേ കർമ്മോപാസന, കർമ്മം ചെയ്ത് ഉപാസന ചെയ്ത് അന്ധഃകരണം ശുദ്ധമായി വേദാന്ത ശ്രവണത്തിലൂടെ ശ്രവണമനന നിധ്യാസനങ്ങൾ കഴിഞ്ഞ് ജ്ഞാനം ഉത്പന്നമാകുക എന്നുള്ളത് ഞങ്ങൾക്ക് ഇഷ്ടമാണ്. അതാര് വേണ്ടാന്ന് പറഞ്ഞു? അതുകൊണ്ട് താദൃശ ക്രമസമുച്ചയം ഇഷ്ടമാണ്. ക്രമത്തിൽ സമുച്ചയിക്കുക. യതി പശ്ചാത്, അടുത്ത പേജിൽ നോക്കാം, 50ാം പേജിൽ ടീക്ക. പശ്ചാത്ത് എന്ന് പറഞ്ഞാല് ജ്ഞാനാനന്തരം കർമ്മ എന്ന് പറഞ്ഞാൽ തർഹി അസംഭവ ഇത്യാഹ, അങ്ങനെയാണെങ്കിൽ നടക്കത്തില്ല. ജ്ഞാനത്തോടുകൂടി കർത്താതന്നെ നഷ്ടപ്പെട്ട സ്ഥിതിക്ക് കർമ്മം ചെയ്യാൻ ആരിരിക്കും? അതുകൊണ്ട് ജ്ഞാനാനന്തരം ജ്ഞാനിയിൽ കർമ്മം ആവശ്യമാണ്. അങ്ങനെ മാത്രമേ ജ്ഞാനിക്ക് മുക്തി കൈവരിക്കാൻ പറ്റത്തുള്ളൂ എന്നാണ് അഭിപ്രായമെങ്കിൽ നടക്കൂല എന്ന് പറയുന്നത്. ഇതിനെ നിങ്ങൾ ഇനി ഭാഷ്യം കാണാൻ, കഴിഞ്ഞ പേജിലാണ് ഭാഷ്യം ഉള്ളത്. ക്രമേണ ഏകാശ്രയ സ്യാദാം വിദ്യാവിദ്യ ഇതി ചേത്, ഇവിടം വരെ പൂർവപക്ഷി. ക്രമത്തിൽ, ഒരേ ആശ്രയത്തിൽ വിദ്യയും അവിദ്യയും സംഭവിക്കാമെങ്കിലോ? ടീക്കയിൽ ഒരു പക്ഷം പറഞ്ഞ് രണ്ടാം പക്ഷത്തെ നിഷേധിച്ചു. രണ്ടാം പക്ഷം നിഷേധിച്ചില്ലേ? ആ പക്ഷമാണ് നമ്മൾക്ക് ഇനി ഭാഷ്യത്തിൽ കാണാൻ പറ്റുക. വിദ്യോത്പത്താവവിദ്യായ ഹസ്തത്വാ തദാശ്രയേ വിദ്യാനുപപത്തേഹേ. വിദ്യായ ഉത്പത്തോ വിദ്യോത്പത്തോ, വിദ്യ ഉത്പന്നമായിരിക്കെ, വിദ്യ ഉത്പന്നമായാൽ എന്ത് നഷ്ടപ്പെടും? അവിദ്യ നഷ്ടപ്പെടും. വിദ്യോത്പത്തോ അവിദ്യായ ഹസ്തത്വാദ്. നമ്മള് സൂര്യാസ്തമയം എന്ന് പറയുന്നില്ലേ? ഹസ്തമയം എന്നുള്ള ശബ്ദം സംസ്കൃത ശബ്ദമാണ്. കേരളത്തില് കുറച്ച് മുന്നേ ഒരു ട്രെൻഡ് ഉണ്ട്, സംസ്കൃത ശബ്ദങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല, നമുക്കിന്ന് അറബി ഉപയോഗിക്കാം. എടാ മൊത്തം, അതായത് ഇവിടെയുള്ള ഒരു ഭാഷയുടെ നഖം, മുഖം, ഇതൊക്കെ ഏതായ ശബ്ദം? പദം സംസ്കൃതമാണ്. സംസ്കൃതത്തിൽ അല്ല, അക്ക, അമ്പ, ഇതൊക്കെ സിദ്ധിക്കാൻ പറ്റും. ലഘുസിദ്ധാന്ത കൗമുദി പുസ്തകം എടുത്തൊക്കെയാ മതി. വിദ്യോത്പത്തോ, വിദ്യ ഉത്പന്നമായി കഴിഞ്ഞാൽ അവിദ്യായ ഹസ്തത്വാദ്, അവിദ്യയുടെ അസ്തമയം, നാശം വരുമെന്നിരിക്കെ, തദാശ്രയെ, ഏതിന്റെ ആശ്രയത്തിൽ? വിദ്യയുടെ ആശ്രയത്തിൽ. ആർക്കാണ് വിദ്യ ഉണ്ടായിരിക്കുന്നത്? ആ ജ്ഞാനിയിൽ എന്നർത്ഥം. അവിദ്യ അനുഭവത്തേഹേ, അവിദ്യ അനുപപന്നമാണ്, അയുക്തമാണ്. ഏത് വിഷയക ജ്ഞാനമാണോ ഉള്ളത്, തത് വിഷയക അജ്ഞാനം നഷ്ടപ്പെടും. അപ്പോൾ അവിദ്യയുടെ വിഷയം എന്തായിരിക്കും? വിദ്യോത്പത്തോ അവിദ്യായ ഹസ്തത്വാത്. വിദ്യ ഉത്പന്നമാകുമ്പോഴേക്കും അവിദ്യ, ഏത് വ്യക്തിക്കാണോ വിദ്യ ഉത്പന്നമായത് അതേ വ്യക്തിക്ക് തന്നെ അവിദ്യ നഷ്ടപ്പെട്ടിരിക്കെ, തദാശ്രയെ അവിദ്യ അനുഭവത്തേഹേ. ആരിലാണ് വിദ്യ ഉണ്ടായത്? ആ വിദ്യയുടെ ആശ്രയമായിരിക്കുന്ന, ജീവനായിരിക്കുന്ന ജ്ഞാനിയിൽ അവിദ്യ നിലനിൽക്കത്തില്ല. അനുഭവത്തേഹേ. ഇനി ദൃഷ്ടാന്തം കാണിച്ചു തരാം. നഹി അഗ്നിരുഷ്ണ പ്രകാശശ്ചേതി വിജ്ഞാനോത്പത്തോ യസ്മിന്നാശ്രയ തദുത്പന്നം തസ്മിന്നേവ ആശ്രയെ ശീതോ അഗ്നിരപ്രകാശോ വാ ഇതി അവിദ്യ. അവിദ്യായാഹ ഉത്പത്തിർനാപി സംശയോ വാ അജ്ഞാനം വാ. അഗ്നിരുഷ്ണ പ്രകാശശ്ചേതി, അഗ്നി ചൂടുള്ളതാണെന്നും പ്രകാശമുള്ളതാണെന്നും തിരിച്ചറിഞ്ഞൊരു വ്യക്തിക്ക് ഇങ്ങനെ ഒരു ജ്ഞാനം ഉത്പന്നമായി കഴിഞ്ഞാൽ, വിജ്ഞാനോത്പത്തോ സത്യാം യസ്മിന്നാശ്രയെ തതുത്പന്നം, ഏതൊരു വ്യക്തിക്കാണോ ഈ ഒരു ജ്ഞാനം ഉത്പന്നമായിരിക്കുന്നത്, തസ്മിന്നേവാശ്രയെ, അതേ വ്യക്തിയിൽ തന്നെ
ഈ ജ്ഞാനത്തിന്റെ തലതിരിഞ്ഞൊരു ജ്ഞാനം ഉണ്ടാകത്തില്ല. എങ്ങനെ? അഗ്നി ശീതമാണെന്നും ശീതോ അഗ്നി അപ്രകാശോ വാ. അഗ്നി ശീതമാണെന്നും അപ്രകാശമാണെന്നുമുള്ള അവിദ്യായാഹ, ഇതിന് ടിപ്പണി കാണുക. ഇവിടെ അവിദ്യാ ശബ്ദത്തിന് ഭ്രമം എന്നാണ് അർത്ഥം. വാ എന്നുള്ളത് ച എന്നുള്ള അർത്ഥത്തിൽ ചെയ്യാം. അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ട് അഗ്നി ശീലമാണെന്നോ ഭ്രമം ഉണ്ടാകത്തില്ല, അഥവാ അഗ്നി അപ്രകാശമാണെന്നോ ഉള്ള ഭ്രമം ഉണ്ടാകത്തില്ല. ഒന്ന് കഴിഞ്ഞു. രണ്ടാമത്തത് എന്താണ്? സംശയം ഉണ്ടാകത്തില്ല. ശീതമാണോ അല്ലയോ, അഗ്നിക്ക് പ്രകാശം ഉണ്ടോ ഇല്ലയോ എന്നൊരു സംശയം ഉണ്ടാകത്തില്ല. അജ്ഞാനം വാ, ഇവിടെ അജ്ഞാനം ഉദ്ദേശിച്ചത് ഒരു ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ തത് വിഷയ അജ്ഞാനം നിലനിൽക്കുന്നില്ല എന്നുള്ള അർത്ഥത്തിലാണ്. ഓക്കെ. അപ്രാമാണ്യം തഥാഭിന്നം മിഥ്യാത്വജ്ഞാന സംശയി എന്ന ശ്ലോകവാർത്തികത്തില് ഭാട്ടര് പറയുന്നുണ്ട്. അപ്രാമാണ്യജ്ഞാനം 3 പ്രകാരം. ഇത് 3 അവിടെ എടുത്തു വെച്ചത്. അവിദ്യ എന്ന് ഉദ്ദേശിച്ചത് ഭ്രമമാണ്, അജ്ഞാനം എന്ന് ഉദ്ദേശിച്ചത് തദ്വിഷയ അവിദ്യയാണ്. അപ്പോൾ ഇങ്ങനെ അവിദ്യ ഉണ്ടാകത്തില്ല, ഭ്രമം ഉണ്ടാകത്തില്ല, സംശയം ഉണ്ടാകത്തില്ല, തദ്വിഷയ അജ്ഞാനമോ നിലനിൽക്കത്തില്ല. യസ്മിൻ സർവാണി ഭൂതാനി ആത്മേവാഭൂത് വിജാനതഃ തത്ര കോ മോഹഃ ശോക ഏകകൃതമനുപശ്യതഃ ഇതി ശോകമോഹാദ്യ അസംഭവശ്രുതേഹേ. അതായത് അവിദ്യയുടെ കാര്യമാണ് ശോകമോഹാദികൾ. അവിദ്യ നഷ്ടപ്പെട്ടിരിക്കെ പിന്നെ ശോകമോഹാദികളില്ല. അപ്പൊ കാര്യത്തിന്റെ നാശം കാണിച്ചിട്ട് പറയാണ് കാരണമായിരിക്കുന്ന അവിദ്യ നിലനിൽക്കത്തില്ല എന്ന്. തരതിരിഞ്ഞാണ് അന്യം ഇതിന്റെ. യസ്മിൻ കാല യസ്മിൻ ആശ്രയെ എന്ന് അന്വയിച്ചുകൂടാ. ഏതൊരു കാലത്ത് ജ്ഞാനം ഉണ്ടായിരിക്കുന്നവന്, ഏത് ജ്ഞാനം? ബ്രഹ്മാത്മ ഐക്യജ്ഞാനം ഉണ്ടായിരിക്കുന്നത്, ആ സമയത്ത് എന്ത് സംഭവിക്കും? സർവാണി ഭൂതാനി ആത്മേവഭൂത് തസ്യ വിജാനതഃ. കിം വിജാനതഃ? സ്വസ്വരൂപം വിജാനതഃ. സ്വസ്വരൂപമായിരിക്കുന്ന ആത്മാവിന്റെ ഐക്യം അറിഞ്ഞവനെ സംബന്ധിച്ച് അതേ കാലത്ത് തന്നെ സകല ഭൂതങ്ങളും ആത്മാവായി മാറി. പഠിക്കുന്ന കുട്ടികളായിരുന്നെങ്കിൽ ഞാൻ ഇനിയും വിശദീകരിച്ചു തരായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് ഇതിന്റെ ആവശ്യമില്ല എന്നുള്ളതുകൊണ്ട് നമുക്ക് നല്ല അടുത്ത പങ്ക്തിയിലേക്ക് കാണാം. തത്ര കോ മോഹ കശോക. ഇങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ ആ വ്യക്തിയെ സംബന്ധിച്ച് എന്ത് മോഹം, എന്ത് ശോകം എന്ന് ശോകമോഹങ്ങളുടെ ആക്ഷേപം നടത്തുകയാണ്. എന്ന് പറഞ്ഞാൽ ഇത് സംഭവിക്കത്തില്ല. അതിന് കാരണമാണ് ഏകത്വം അനുപശ്യത. ഏകത്വത്തിന് വേറെ പദാർത്ഥം എന്ന് പറയാൻ പറ്റുമോ? ഐക്യം അനു എന്ന് പറ പശ്ചാത് പശ്യത. ഗുരു ഉപദേശാനന്തരം ബ്രഹ്മാത്മ ഐക്യം മനസ്സിലാക്കിയ വ്യക്തിയെ സംബന്ധിച്ച് ശോകമോഹാദി അസംഭവ ശ്രുതേഹേ, ശോകമോഹങ്ങൾ ഉണ്ടാവത്തില്ല എന്ന് ശ്രുതി തന്നെയുണ്ട്. അപ്പൊ എന്ത് പറ്റും? ശോകമോഹാദികൾ അവിദ്യയുടെ കാര്യമാണ്. അപ്പോൾ ജ്ഞാനോത്പന്നമായതോടുകൂടി അവിദ്യ അവിടെ നിലനിൽക്കത്തില്ല. മനസ്സിലായോ? ആയതിനാൽ ജ്ഞാനിക്ക് ജ്ഞാനാനന്തരം അവിദ്യയില്ല. അതുകൊണ്ട് ഒരേ അധികരണത്തിൽ തന്നെ വിദ്യാവിദ്യകൾ നിലനിൽക്കത്തില്ലെന്നർത്ഥം. ഇനി ഇത്രയും ഭാഗത്തിന്റെ വ്യാഖ്യാന ടീക്കകൾ നോക്കുക. പൂർവസിദ്ധായ അവിദ്യായ പ്രദ്യസ്ത്വാദ് അന്യസ്യ ച ഉത്പത്തോ കാരണാ അസംഭവാത് മൂലാഭാവേന ബ്രഹ്മസംശയാഗ്രഹണാനമപി വിദുഷോ അനുപപത്തിരിത്യർത്ഥഃ. ശ്രദ്ധിച്ചോ പങ്ക്തിയൊക്കെ. പൂർവസിദ്ധായ അവിദ്യായ പ്രദ്യസ്ത്വാദ്, ജ്ഞാനത്തോടുകൂടി മുമ്പേ ഉണ്ടായിരുന്ന അവിദ്യ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അന്യസ്യ ച ഉത്പത്തോ കാരണാഭാവാത്, അന്യ അവിദ്യ ഉത്പന്നമാവാൻ കാരണമില്ല. അതെന്തുകൊണ്ടാ? അനാദിയായ വസ്തുവിന് കാരണമില്ല. അതുകൊണ്ട് തന്നെ അനാദിയായ വസ്തു ഒരിക്കൽ നഷ്ടപ്പെട്ടാൽ പിന്നെ അതിനുണ്ടാക്കാൻ പറ്റുമോ? പിന്നെ ഉണ്ടായാൽ അതിന് അനാദി എന്ന് പറയാൻ പറ്റുമോ? സാധ്യമായിക്കില്ലേ? അപ്പൊ അവിദ്യ നിങ്ങൾക്ക് അനാദിയാണ്. അവിദ്യ അനാദിയാണെന്ന് എങ്ങനെയാണ് നമ്മൾ ചിന്തിച്ചത്? സംഭൂതി അസംഭൂതി പ്രസംഗം സമയത്ത് സംഭവനം സംഭൂതി കാര്യം. അപ്പൊ അസംഭൂതി എന്തായിരിക്കും അർത്ഥം? കാരണം. കാരണം എന്നുള്ളതിന് അർത്ഥം എന്താ? കാര്യമല്ലാത്ത എന്നാ. അപ്പൊ കാര്യത്തിന് ഉത്പത്തി ഉണ്ട് എന്നർത്ഥം. അപ്പൊ ഉത്പത്തി ഇല്ലാത്ത വസ്തുവിനാണ് എന്ത് പറയുന്നത്? എല്ലാ കാരണങ്ങൾക്കും ഉത്പത്തി ഇല്ല എന്ന് വരത്തില്ല. ഇവിടെ ഇപ്പോൾ വിനാശത്തിന് എന്താണ്? വിനാശമല്ല, അതിനു മുന്നേ സംഭവനം സംഭൂതി കാര്യം എന്നർത്ഥം ചെയ്തത്. ശരിക്കേ ഓർമ്മയുണ്ടോ അത്? സംഭവനം സംഭൂതി ഉത്പത്തിർ എന്ന് ടീക്കയിൽ പറയുന്നുണ്ട്. എവിടെ? 39ാമത്തെ പേജ് എടുത്ത്. ഏ അസംഭൂതി അപ്പോഴാണ് സംഭവനം സംഭൂതി സയസ്യ കാര്യസ്യ. ഉത്പത്തി എന്നുള്ളത് ഏതൊരു കാര്യത്തിൻ്റെതാണോ? അപ്പൊ കാര്യത്തിനാണ് ഉത്പത്തി. അതില്ലെങ്കിൽ എന്തായി മാറും?
കാരണമായി മാറും. എന്ന് പറയാൻ ഉത്പത്തി ഇല്ലാത്തതാണ്. അതെന്താ? അസംഭൂതി എന്ന് പറയാ പ്രകൃതി, മായ എന്നർത്ഥം. പറയാണ് അന്യസ്യ ഉത്പത്തു കാരണ സംഭവാത്. അന്യമായ അവിദ്യ, അജ്ഞാനം ഉത്പന്നമാവാൻ കാരണമില്ല എന്നുള്ളത് കൊണ്ട് ഉത്പന്നമാവത്തില്ല. മൂലാസംഭവേന ഭ്രമ സംശയ അഗ്രഹണാനമപി വിദുഷോ അനുഭവത്തിരിത്യർത്ഥ. മൂലാഭാവേന, മൂലമായിരിക്കുന്ന അവിദ്യ നിലനിൽക്കാത്തത് കൊണ്ട് ഭ്രമം സംഭവിക്കത്തില്ല. സകല ഭ്രമം പ്രതി കാരണം എന്താ? മൂലാവിദ്യ. മൂലാവിദ്യ നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് തന്നെ ഇനി ജ്ഞാനിക്ക്, അതായത് എവിടെയാണ് ഭ്രമം വേണ്ടത്? ബ്രഹ്മത്തെ അറിയാത്തത് കൊണ്ട് ബ്രഹ്മത്തിലെ ജഗത്തിൽ ഭ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആര്? നമ്മളൊക്കെ. ജ്ഞാനിക്ക് അങ്ങനത്തെ ഒരു ഭ്രമം ഇല്ല. അപ്പോൾ ഞാൻ ഈ ജഗത്തിനെ കാണുമോ? കാണും, പക്ഷെ ഭ്രമിക്കത്തില്ല. പിന്നെ ഞാനിയുടെ സ്ഥിതി എന്താ? ബാധിതാനുവൃത്തി. സംശയവുമില്ല, ഭ്രമവുമില്ല. അതേപോലെ അഗ്രഹണം. അഗ്രഹണം എന്ന് പറഞ്ഞാൽ അജ്ഞാനമാണ്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. മൂലാഭാവേന എന്ന് പറഞ്ഞാൽ അജ്ഞാനാഭാവേന എന്നാണ് അർത്ഥം ചെയ്തത്. അപ്പൊ അജ്ഞാനാഭാവേന അജ്ഞാനാഭാവാതെന്ന് അന്വയിക്കാൻ പറ്റത്തില്ല. ഇതെങ്ങനെ അന്വയിക്കും? അപ്പോൾ അഗ്രഹണം എന്നുള്ളത് പുതിയ അജ്ഞാനം എന്ന് മനസ്സിലാക്കുക. മൂലാജ്ഞാനം നിലനിൽക്കാത്തത് കൊണ്ട് പുതിയൊരു അജ്ഞാനത്തിന്റെ ഉത്പത്തി പോലും നിങ്ങൾക്കിവിടെ പറയാൻ പറ്റത്തില്ല. ठीक है. എന്താ? മൂലാജ്ഞാനം ഉണ്ടായിരുന്നെങ്കിൽ പുതിയ അജ്ഞാനം ഉത്പന്നമാകുമോ? അതുമില്ല. അജ്ഞാനം ഒന്നേ ഉള്ളായിരുന്നു. അതുകൊണ്ട് വിദുഷോ അനുഭവത്തിരിത്യർത്ഥ. എന്തൊക്കെ, എന്തിന്റെയൊക്കെ അനുഭവത്തിയാ? ഭ്രമമില്ല, സംശയമില്ല, പുതിയൊരു അജ്ഞാനം വന്നു ചേരത്തുമില്ല. ഒരിക്കൽ നഷ്ടപ്പെട്ട അജ്ഞാനം അനാദിയായതുകൊണ്ട് ഇനി ഒരിക്കലും വരത്തില്ല. അല്ലെങ്കിൽ അഗ്രഹണത്തിന് ഗ്രഹണമില്ലായ്മ എന്ന് അർത്ഥം ചെയ്യട്ടോ, ഗ്രഹിക്കാതിരിക്കുക. പക്ഷെ ഇവിടെ ബ്രഹ്മസംബന്ധി ആയതുകൊണ്ട് ബ്രഹ്മത്തെ ഗ്രഹിക്കാതിരിക്കുക എന്നുള്ളത് മൂലാജ്ഞാനമാണ്. അങ്ങനെയും ഒരു പ്രശ്നമുണ്ട് ഇവിടെ. അതുകൊണ്ട് കാരണമായിരിക്കുന്ന മൂലാജ്ഞാനം ഇല്ലാത്തതിനാൽ ഇനി ഒരിക്കലും പുതിയൊരു അജ്ഞാനം ഉത്പന്നമാവാനും പോകുന്നില്ല. വിദ്യോത്പത്തവും മാ ഭൂതവിദ്യ കർമ്മതു ഭവിഷ്യതി വിദുഷോപി വ്യാഖ്യാന ഭിക്ഷാടനാദി ദർശനാദ്. ഒരുപക്ഷെ നല്ലൊരു ശങ്ക ഉന്നയിക്കുന്നത്, വിദ്യ ഉത്പത്തോ സത്യാം. വിദ്യ ഉത്പന്നമായി കഴിഞ്ഞാൽ മാ ഭൂത അവിദ്യ, അവിദ്യ ഇല്ലാതിരിക്കട്ടെ, പക്ഷെ കർമ്മം ഉണ്ടാകാൻ പാടില്ലേ? ജ്ഞാനിക്ക് ജ്ഞാനം ഉണ്ടെങ്കിലും കർമ്മം കാണുന്നുണ്ടല്ലോ. ഭവിഷ്യതി. എന്തുകൊണ്ടാ? വിദുഷോവി വിദ്വാനും വ്യാഖ്യാന ഭിക്ഷാടനാദി ദർശനാദി. ഗുരുവിന്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ ഗുരു വ്യാഖ്യാനിക്കും. ഗുരു എന്തിനെ കുറിച്ചാണ് വ്യാഖ്യാനിക്കുക? മക്കളെ, ആ സഹസ്രനാമത്തിന്റെ പുസ്തകം എടുക്കുന്നതാണോ പറയാ? കിട്ടിക്ക് ഇല്ലല്ലോ. ഇവിടെ പറയുന്നത് വിദ്വാന് കർമ്മം സംഭവിക്കാം. ഏത്? വൈദിക കർമ്മം സംഭവിക്കാം. എന്തുകൊണ്ടാ? മറ്റെല്ലാ കർമ്മം നടത്തുന്നുണ്ടല്ലോ. ഭിക്ഷ കഴിക്കുന്നവർ ഒരു തകരാറില്ലായിരുന്നല്ലോ. ചോദിച്ച അന്നേരം വ്യാഖ്യാനം നടത്താൻ ഇറങ്ങാറുണ്ടല്ലോ. അതായത് മണ്ഡന വിശ്വരණയ്ക്ക് അങ്ങോട്ട് പോയിട്ട് അഡ്രസ് ഇല്ലായിട്ട് എവിടെ നിന്നൊക്കെയോ തപ്പിപ്പിടിച്ച് പോയിട്ട് അങ്ങേരെ പരിപാടി തീർത്ത് വന്നതാണ്. എന്നിട്ടാണ് പറയുന്നത് ജഗത് മിഥ്യ. ജഗത് മിഥ്യ ആയിരുന്നെങ്കിൽ പിന്നെ അങ്ങനെ വെറുതെ വിട്ടൂടായിരുന്നു. ശങ്കരാചാര്യ എന്തിനാണ് വെറുതെ പോയിട്ട് കണ്ടവനെയൊക്കെ പിടിച്ച് തല്ലാൻ തോന്നുന്നത്? ജഗത് മിഥ്യ ആണെങ്കിൽ ആരെങ്കിലും കയറി ഇടപെടുവോ? കാര്യമായിട്ടുള്ള ചോദ്യം അത്. ജഗത്ത് മിഥ്യ ആണെങ്കിൽ നിങ്ങൾ ഈ ജഗത്തിലേക്ക് അതായത് വ്യവഹരിക്കാൻ പാടില്ല. കാരണം ജഗത്ത് മിഥ്യയാണ്. പിന്നെ ഇതാണ് ആചാര്യൻ നാടും മുഴുവൻ ഓടി നടന്ന് ആൾക്കാരെ തോൽപ്പിച്ച് വന്നതിന് നിങ്ങൾക്കൊരു രസമായിരുന്നു അതൊക്കെ, ജയം എന്നുള്ളത്. പിന്നെ ഒരു ഇതുണ്ട്, ഏത്? 2 സ്ഥലത്ത് സർവജ്ഞപീഠമുണ്ട്. സർവജ്ഞപീഠം കണ്ടിട്ടുണ്ടോ? ഇവിടുത്തെ മൂകാംബികയിലെ സർവജ്ഞപീഠം. അവിടെ കയറിയിരുന്ന സർവജ്ഞനാകുമോ? ഇല്ല. സർവജ്ഞനായി കഴിഞ്ഞാൽ അവിടെ കയറിയിരിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഏത് കഴുതിയാ കഥ ഉണ്ടാക്കിയെന്നുള്ളതാണ്. അങ്ങോട്ട് സർവജ്ഞോട് വെച്ചിടുമ്പോൾ ആ തോറ്റില്ല എല്ലാവരും, എന്നാ പിന്നെ ഞാൻ അതിൽ കയറി ഇരുന്നേക്കാം. ആരെടുത്ത് സർവസംഘ പരിത്യാഗി ശാസ്ത്രസിദ്ധിക്ക് മാത്രമായിട്ട് ശ്രമിച്ചപ്പോൾ അങ്ങനെ പിടിച്ചിട്ട് സർവജ്ഞപ്പെടുത്ത കയറ്റിയ മക്കളാണ്. ഒന്ന് കാശ്മീരിലുണ്ട്. ഇങ്ങനെ എവിടെയായിരിക്കും കയറി ഉണ്ടാവുക? ഇത് വിദേശത്തെ പോഡിയത്തിൽ കയറിയ ശേഷം ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്വീകരണം കൊടുക്കൂലേ? അതേപോലെ ആയിരിക്കും. സെക്കൻഡ് സ്ഥാനക്കാരന് കൊടുക്കേണ്ടതായിരുന്നു കേട്ടോ. കിരീടം ഈ പോഡിയത്തിന് സമാനം തന്നെയല്ലേ, അതിൽ കയറ്റി നിർത്തണ്ടേ? ആരോട്? ലോകത്തിന്റെ തലയൊരു പ്രത്യേക രീതിയിലാണ് പോകത്തുള്ളൂ. അപ്പോൾ എന്താ ചോദിക്കുന്നത്? ഭിക്ഷാടനാദികൾ കാണുന്നുണ്ടല്ലോ, അതുകൊണ്ട് ജ്ഞാനിക്ക് വ്യവഹാരം പറ്റും എന്നുള്ള ചോദ്യത്തിന് ആശങ്ക ഉത്തരം പറയാണ്. ഇനി ഭാഷ്യം കാണും. അവിദ്യ കണ്ടോ?
ലാസ്റ്റ് ലൈൻ പക്ഷം അവിദ്യ അസംഭവാത് തദ് ഉപാദാനസ്യ കർമ്മണോപി അനുഭൂത്യം അവോചാമ. നോം മുമ്പേ പറഞ്ഞതാണ് കേട്ടോ. എന്ത്? അവിദ്യായ അസംഭവാത്, അവിദ്യ അസംഭവാത്, അവിദ്യ സംഭവിക്കത്തില്ല ജ്ഞാനിയിൽ എന്നിരിക്കെ തദ് ഉപാദാനസ്യ കർമ്മണഃ തദ് സാ ഉപാദാനം യസ്യ കർമ്മണഃ തത് കർമ്മ തദുപാദാനം തസ്യ തദുപാദാനസ്യ. അവിദ്യ ഉപാദാന കാരണമായിരിക്കുന്ന യാതൊരു കർമ്മമുണ്ടോ ആ കർമ്മം സംഭവിക്കത്തില്ല. എന്തുകൊണ്ടാണ് കർമ്മം സംഭവിക്കാത്തത്? ഞാൻ പറ. അവിദ്യ എന്ന ഉപാദാനം ഇല്ലാത്തതുകൊണ്ട്. അവിദ്യ എന്നുള്ള ഉപാദാനം നഷ്ടപ്പെട്ടു പോയത് കൊണ്ട് ഉപാധേയമായിരിക്കുന്ന കാര്യമായിരിക്കുന്ന കർമ്മം സംഭവിക്കത്തില്ല. ഇത്തി അവോചാമ നാം മുമ്പേ പറഞ്ഞതാണ്. കണ്ടോ, ഇങ്ങേര് തന്നെ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പാവം, ഞങ്ങൾ രണ്ടുപേരും ഒരേ ദുഃഖത്തിലാ. ഇനി ടീക്ക കഴിഞ്ഞ ഭാഗം നോക്കിയോ. ചോദന പ്രയുക്ത അനുഷ്ഠാനം ഹി കർമ്മ ജ്ഞാനേന സഹ തവ സമുച്ചിതം. നീ സമുച്ചയം ചെയ്യാൻ ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് അറിയോ? വിശദീകരിക്കുകയാണ്. ചോദന പ്രയുക്ത അനുഷ്ഠാനം. ചോദന എന്ന് പറയുന്ന വിധിവാക്യം. ചോദന ലക്ഷണോ അർത്ഥോ ധർമ്മ എന്നൊക്കെ നിങ്ങൾക്ക് ജൈമിനീയ സൂത്രത്തിൽ 1:1-2 കാണാം. ഓക്കെ, അതിന്റെ വിശദീകരണം നിങ്ങൾക്ക് അർത്ഥസംഗ്രഹത്തിലും കാണാം. അർത്ഥസംഗ്രഹത്തിൽ വേറെ രീതിയിൽ പറയും, പിന്നെ ഈ പങ്ക്തി വരികയും ചെയ്യും അവിടെ. അപ്പോൾ ചോദനാപ്രയുക്ത അനുഷ്ഠാനം, ചോദന വിധിവാക്യം, വിധിവാക്യത്താൽ നടക്കുന്ന ഈ അനുഷ്ഠാനമാണ് കർമ്മം എന്നുള്ളത്. അപ്പൊ വിധിജന്യമായിരിക്കുന്ന കർമ്മത്തെയാണ് ജ്ഞാനേന സഹ തവ സമുച്ചിതം. നിനക്ക് ജ്ഞാനമായിട്ട് സമുച്ചയം ചെയ്യാൻ ഇഷ്ടപ്പെട്ട വസ്തു വിധിജന്യമായിരിക്കുന്ന വൈദിക കർമ്മത്തെ ആയിരുന്നു. പക്ഷെ എന്ത് പറ്റി? ബ്രഹ്മാത്മേകത്വം തു സാക്ഷാത് അനുഭവതഃ ന ചോദന സംഭവതി കാമഭാവാത് കാമനോ ഹി സർവാചോദന. അതായത് കേവലം ഇതെന്താ ഇങ്ങനെ സംസാരിക്കുന്ന പറഞ്ഞാല്, പൂർവമീമാംസയില് ജൈമിനീയ സിദ്ധാന്തത്തിനെ ആധാരമാക്കിയിട്ട് ഭാട്ട സിദ്ധാന്തമുണ്ട്, പ്രാഭാകര സിദ്ധാന്തമുണ്ട്. കുമാരല ഭട്ടന്റെ ശിഷ്യനാണ് ആര്? പ്രഭാകര മിശ്ര. പക്ഷെ ഇങ്ങരുടെ വേറൊരു പേരാണ് ഗുരു എന്ന്. അതേതോ ഒരു പങ്ക്തി ആചാര്യൻ കുമാരല ഭട്ട് ചെയ്ത് നിർത്തിയിട്ട് അതും ഒന്ന് എന്താണ് മൊത്തം പങ്ക്തി കറക്റ്റ് ആവുന്നില്ല. അങ്ങേര് കുളിക്കാൻ നേരത്താണ് ഇങ്ങേര് ആ പങ്ക്തി കറക്റ്റ് ചെയ്ത് വെച്ചത്. അതിനുശേഷം ഇങ്ങേർക്ക് പേരായി ഗുരു എന്ന്. അങ്ങനെയൊക്കെ പേര് വരാറുണ്ടല്ലോ. തത്രാഭിനോക്തം അത്ര ചനോക്തം. അവിടെ അത്ര അപി ന ഉക്തം, അവിടെയും പറഞ്ഞില്ല. തത്രാഭിനോക്തം അത്ര നോക്തം, ഇവിടെയും പറഞ്ഞില്ല. അവിടെ എവിടെയും പറഞ്ഞില്ലേ പിന്നെ എന്ത് ചെയ്യും ഇതിനെ പിടിച്ചിട്ട്? അങ്ങനെ ഒരു പങ്ക്തി വരുമോ? വരത്തില്ല. ഇതിന്റെ അർത്ഥം അങ്ങനെയല്ല. സോറി, തത്ര അവിടെ അപി ന എന്ന് പറഞ്ഞാൽ അപി ശബ്ദേന എന്നർത്ഥം. അപിന. ഇന്നലെ നിങ്ങൾക്ക് ഇതിലോ അല്ല ബ്രഹ്മസൂത്രത്തിൽ ഞാൻ ഒരു ശബ്ദം പറയുന്നുണ്ട്, ഇതിന് ഇതമ എന്നുള്ളത്. ഇതമ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ട് ഇതം ശബ്ദേന എന്ന് അന്വേഷിച്ചുകൊള്ളുക. ചില സമയത്ത് അതായത് വരുന്ന ഇപ്സ്തിപോ ധാതു നിർദ്ദേശം എന്ന് പറയും. ധാതുവിനെ നിർദ്ദേശിക്കാൻ വേണ്ടിയിട്ട് ധാതുവിൽ നിന്നുണ്ടായിരിക്കുന്ന രൂപങ്ങളോ നാമരൂപമോ കാണിച്ചിട്ട് പറയും ഇന്ന രൂപം ഇന്ന ധാതുവിൽ നിന്നാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതേപോലെയുള്ള ഒരു സംഭവമാണ് അപി. തത്ര അപിന ഉക്തം, അപിശബ്ദത്താൽ പറഞ്ഞ കാര്യമാണ്. അത്ര ചന ഉക്തം എന്ന് പറഞ്ഞാൽ ചശബ്ദേന ഉക്തം എന്നാണ്. അതാണ് പങ്ക്തി ഡിറൈവ്. അതിന്റെ അർത്ഥം നിങ്ങൾക്ക് എടുക്കേണ്ടത് നിങ്ങളുടെ കയ്യിലാണുള്ളത്. അവരെഴുതിയിട്ട് പോകും. അതുകൊണ്ട് ഇങ്ങേരുടെ അപ്പോൾ എന്താണ് ഈ പ്രാഭാകര സിദ്ധാന്തത്തിനനുസരിച്ച് അവിടെ വിധിയുള്ളതിനാൽ വിധിക്ക് അവർ നിയോഗം എന്നുള്ള ശബ്ദപ്രയോഗമാണ് നടത്തുക. അപ്പൊ നിയോഗം ഉള്ളത് കൊണ്ട് നിങ്ങൾ കർമ്മം ചെയ്തേ പറ്റത്തുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ പറയുന്നത് കർമ്മത്തിന്റെ വിധാനം ഉണ്ടെങ്കിലും ഇച്ഛയില്ലാതെ ആരും കർമ്മം ചെയ്യാൻ പോകുന്നില്ല. മനസ്സിലായോ? കർമ്മത്തിന്റെ വിധാനം ശാസ്ത്രത്തിൽ നടത്തിയിട്ടുണ്ടെങ്കിലും സ്വർഗാദികളിലേക്ക് പോകാൻ ഇച്ഛയില്ലെങ്കിൽ ആരാണ് ആ സ്വർഗത്തിന് കാരണമായിരിക്കുന്ന അഗ്നിഹോത്രാദികൾ ചെയ്യാൻ പോകുന്നത്? അതുകൊണ്ട് മാനിക്കണം, കാമനയാണ് കർമ്മത്തിന് കാരണം. കാമന എപ്പോഴേ ഉണ്ടാകത്തുള്ളൂ? അവിദ്യ ഉണ്ടെങ്കിലും ഉണ്ടാകത്തുള്ളൂ. അവിദ്യ നഷ്ടപ്പെട്ട ജ്ഞാനിക്ക് ഇനി കാമന ഉണ്ടാവുമോ? ഉണ്ടാകത്തില്ല. അതുകൊണ്ട് കാമനാപ്രയുക്തമായിരിക്കുന്ന കർമ്മം ജ്ഞാനിക്ക് വരുമോ? വരത്തില്ല. ഇതാണ് പറയുന്നത് ബ്രഹ്മാത്മേകത്വം സാക്ഷാത് അനുഭവതഃ. ബ്രഹ്മ ആത്മ ഐക്യം അപരോക്ഷമായി അനുഭവിച്ച ജ്ഞാനിക്ക് ന ചോദന സംഭവതി, വിധി സംഭവിക്കത്തില്ല എന്ന് പറയാം. ജ്ഞാനിയെ സംബന്ധിച്ച് വേദം വ്യർത്ഥമാണ്. അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? കാമഭാവാത്, കാമന ഇല്ലാത്തതിനാൽ. അതെന്തിനാ കാമനയെ കാരണമായിട്ട് കൊണ്ടുവന്നത്? കാമനോ ഹി സർവാചോദന, സകല വിധിവാക്യങ്ങളും
കാമിക്ക് വേണ്ടിയുള്ളതാകുന്നു, അകാമിക്കല്ല. അതെന്താ അങ്ങനെ പറയുന്നത്? എന്നാ പിന്നെ ഒരു സ്മൃതി തന്നെ തരാം. അകാമിന ക്രിയാ കാചിത് ദൃശ്യതേനേഹ കസ്യചിത് യദ്യദ്ദി കുരുതേ ജന്തുസ്തത്തക്കാമസ്യ ചേഷ്ടിതം ഇത് സ്മരണാത്. മനുവായിരിക്കണം. കസ്യചിത് അകാമിനഹ, ഒരു അകാമിക്കും, കാമനില്ലാത്തവനും, കാചിത് ക്രിയ നഹി ദൃശ്യതേ, ഒരു ക്രിയയും കാണുന്നില്ല. അതുകൊണ്ട് എന്ത് മാനിക്കണം? യത് യത് ഹി, ഏതേത് ജന്തു കർമ്മം ചെയ്യുന്നുവോ തത്തത് കാമസ്യ ചേഷിടണം, അത് അവന്റെ ഇച്ഛ കൊണ്ട് ചെയ്തതാണ്. ഇതൊരു പ്രശ്നമുണ്ട്. ഈ ഞാൻ വെറുതെ ചെയ്താന്നുള്ള സംഭവം നടക്കൂല എന്ന് അവിടെ പറയുന്നത്. മനസ്സിലായോ? എന്തോ ഒരു ഇന്റൻഷൻ, ഉദ്ദേശം ഉണ്ടായിരുന്നു, അതുകൊണ്ട് മാത്രം ആ കർമ്മം വന്നത്. അതുകൊണ്ട് ഇതൊക്കെ നല്ലതാ. എന്തെങ്കിലും ആരും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഫ്രീ ആയിട്ടല്ല, എന്തോ ഒരു സംഭവം അതിന്റെ പിറകിലുണ്ടെന്ന് മനസ്സിലാക്കി. അതുകൊണ്ട് എന്ത് പറ്റി ഇവിടെ ഇപ്പോൾ? കാമനയില്ലാത്ത ജ്ഞാനിക്ക് ഒരിക്കലും കർമ്മം സംഭവിക്കത്തില്ല. അതുകൊണ്ട് ജ്ഞാനിക്ക് ജ്ഞാനാനന്തരം കർമ്മം ചെയ്യണമെന്ന് പറഞ്ഞാൽ നടക്കാത്ത കാര്യമാണെന്ന് അർത്ഥം. പക്ഷേ വിദ്വാൻ ഭിക്ഷാടനത്തിന് പോകുന്നുണ്ടല്ലോ, ദ്വൈതമാണ് സത്യം എന്ന് പറയാൻ ചാടിക്കേറി വരുന്നുണ്ടല്ലോ, അല്ല അദ്വൈതമാണെന്നും പറഞ്ഞിട്ട്. ഇതെന്തുകൊണ്ടാ? അതിന് കാരണം പറഞ്ഞുതരാം. വിദ്വശരീരസ്ഥിതി ഹേതു അവിദ്യാലയ ശാസ്ത്രയ കർമ്മശേഷ നിമിത്തം തു വിദുഷോ ഭിക്ഷാടനാദി. വിദ്വശരീരത്തിന്റെ നിമിത്തമാണെന്ത്? കർമ്മശേഷം. ഈ കർമ്മശേഷത്തിന് വേറെ പേരെന്താ? പ്രാരബ്ധകർമ്മം. പ്രാരബ്ധം കർമ്മ. ഓക്കെ, ജ്ഞാനിയിലെ കർമ്മശേഷം പ്രാരബ്ധം കർമ്മ എന്ന് പറയും. അതായത് നമ്മൾ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്, ജ്ഞാനിക്ക് കർമ്മശേഷം ലേശം മാനിച്ചിട്ട് സംസാരിക്കാം. കർമ്മശേഷം മാനിച്ചു കഴിഞ്ഞാല് അവിടെ രണ്ട് പ്രസംഗമായി മാറും. അതായത് കാര്യമാണ് കർമ്മശേഷം, പ്രാരബ്ധ കർമ്മല്ലേ, അതിന് ഉപാദാനമായിട്ട് അവിദ്യ വേണം. പക്ഷെ മൂലാവിദ്യ നഷ്ടപ്പെട്ടു പോയി. ഇനി എന്ത് മാനിക്കണം? മൂലാവിദ്യയുടെ വേറൊരു പകർപ്പാണ് ലേശാവിദ്യ. ഇത് വെച്ചിട്ടാണ് ജ്ഞാനിയുടെ മൊത്തം വ്യവഹാരം നടത്തുന്നത്. അതായത് ലോകത്ത് ജ്ഞാനാനന്തരവും അജ്ഞാനിയെ സംബന്ധിച്ച് ജ്ഞാനിയിൽ ക്രിയ കാണുന്നതിനാൽ ആ വ്യവസ്ഥ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് പറഞ്ഞു? പ്രാരബ്ധം കർമ്മ കൊണ്ട് നടന്നു പോകാൻ. പ്രാരബ്ധം കർമ്മ പരമാത്മാവ് കൈയും കാലും വെച്ച് വന്നാൽ പോലും പ്രാരബ്ധം കർമ്മ മാറ്റാൻ പറ്റത്തില്ല. പക്ഷെ കേരളത്തിലെ ചില ഗുരുണികൾക്ക് ശിഷ്യന്മാരുടെ പ്രാരബ്ധം മാറ്റാനുള്ള കഴിവുണ്ട്. ഒരാൾക്കും ഒരാളുടെ കർമ്മവും എടുക്കാൻ പറ്റത്തില്ല. കഥ എന്തിനാ? അതിന്റെ പേരെന്താണ്? ഭാഷ്യകാരന്റെ ജീവചരിത്രത്തിന്റെ പേര് ശങ്കര ദിഗ്വിജയം. ഓക്കെ, ശങ്കര ദിഗ്വിജയത്തിൽ പോയി 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 അവിടെ ഒരു പ്രസംഗമുണ്ട്. അതായത് ശങ്കരാചാര്യര് അവിടെ എത്തും. ഈ സർവജ്ഞതയിൽ ചോദിക്കുന്ന സമയത്ത് ചോദിക്കും, നിനക്ക് സ്ത്രീ സുഖം അറിയുമെന്ന് ചോദിക്കും. ആധാരത്തില്ല. അങ്ങനെ ശങ്കരൻ വേറൊരു ശരീരം എടുത്തിട്ട് പോകും. അപ്പൊ ഞാൻ പറഞ്ഞേ, ഞാൻ വേറെ കഥ പറഞ്ഞറിയാം ഇതിന്റെ പിറകില്. സ്ത്രീ മാത്രല്ല, നിനക്ക് സുഖം അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശങ്കരൻ പെടൂലേ? പിന്നെ ശങ്കരൻ അതിനായിട്ട് പോകുമായിരുന്നു. എന്താണ് വിവരക്കേടിന് ഒരു സീമയില്ലേ? സർവജ്ഞത എന്ന് പറയുന്ന ഈ സാധനമാണോ? നാട്ടിൽ ഇനി എന്തൊക്കെ അറിയാനുണ്ട്, എന്തൊക്കെ ഇതിനൊക്കെ നടക്കുകയായിരുന്നു ശങ്കരാചാര്യന്. എഴുന്നേരം കുറച്ചെങ്കിലും ബോധം വേണ്ടേ? വിവരം എന്ന് പറഞ്ഞാല് ഇങ്ങനത്തെ ആൾക്കാർ അദ്വൈത ഗ്രന്ഥം എഴുതിയിട്ട് എന്ത് കാര്യം എന്നുള്ളതാ. ഒക്കത്തില്ല സാധനം. ഇങ്ങോട്ട് നോക്കിയോ. വിദ്വ ശരീര സ്ഥിതി ഹേതു അവിദ്യാലേശം. ശരിക്കും അത് എങ്ങനെ വരണമെന്നോ? വിദ്വാന്റെ ശരീരസ്ഥിതിക്ക് ഹേതുവാണ് കർമ്മശേഷം. കർമ്മശേഷത്തിന്റെ കാരണമാണ് അവിദ്യാലേശം. അതെങ്ങനെ വരും എന്ന് പറഞ്ഞാല് ഇവിടെ 3 പ്രസംഗമാണ് കയറി വരിക. അതായത് പ്രാരബ്ധം ഉള്ളത് കൊണ്ട് പ്രാരബ്ധാനുസാരം ജ്ഞാനിക്ക് എത്രയും ശ്വാസം എടുക്കണോ, എത്രയും അന്നം എടുക്കണോ, ബാക്കിയെല്ലാം അതേപോലെ തന്നെ നടക്കും. പക്ഷെ ഈ പ്രാരബ്ധം എന്നുള്ളത് കാര്യമായതിനാൽ അതിന്റെ കാരണമായിരിക്കുന്ന അവിദ്യ വേണം. ഈ അവിദ്യയാണ് നമ്മൾ ലേശാവിദ്യ എന്ന് പറയുന്നത്. അപ്പോൾ ലേശാവിദ്യ മാനിച്ചും കൊണ്ട് ജ്ഞാനിയുടെ ഈ ലോകത്തിലെ വ്യവഹാരം സിദ്ധിക്കാൻ പറ്റും. അവിദ്യ നഷ്ടപ്പെട്ടാൽ ലേശാവിദ്യ മാനിച്ചിട്ട്. ഇനി അടുത്ത പ്രസംഗം നൈയായികന്മാർ പറയുന്നുണ്ട്, വിനശ്യത അവസ്ഥ ഘടസ്യ ഉപാദാനാഭാവി സ്ഥിതി സംഭവാദ് എന്ന് പറയും. അതായത് ഒരു വസ്തുവിന്റെ നാശം ഉപാദാന കാരണനാശത്താലോ, അതായത് സമവായ കാരണനാശത്താലോ അസമവായ കാരണനാശത്താലോ അല്ലെങ്കിൽ ഒന്നിച്ചോ സംഭവിക്കാം. കാരണനാശം കൊണ്ടുള്ള കാര്യനാശ സ്ഥലത്ത് കാരണത്തിന്റെ നാശം നടക്കുന്ന ഒരു ക്ഷണത്തിൽ ഉപാദാന കാരണമില്ലാതെ കാര്യത്തിന് നിലനിൽക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഈ ന്യായത്തെ എടുത്തിട്ട് വേദാന്തി പറയും, ഉപാദാനമായിരിക്കുന്ന ലേശാവിദ്യ പോയിട്ട് ഒരവിദ്യയും ഇല്ലെങ്കിൽ പോലും അനാദികാലം മുതൽക്ക് പ്രവൃത്തമാണ് ഓരോരോ പ്രാരബ്ധവും എന്നിരിക്കെ ഒരു പ്രാരബ്ധം കുറച്ചു കാലം നീണ്ടു നിൽക്കുന്നതിനെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല. അന്നപ്പോ എന്ത് പറ്റും? ലേശാവിദ്യ ഇല്ലാതെ തന്നെ കേവലം പ്രാരബ്ധം കൊണ്ട് മാത്രം അജ്ഞാനിയുടെ വ്യവഹാരം സിദ്ധിച്ചു പോകും. ഇങ്ങനെ 2
മൂന്നാമത്തത് പ്രാരബ്ധവും ഇല്ല, ലേശാവിദ്യ ഇല്ല. കാരണം ഞാൻ ബ്രഹ്മസ്വരൂപമായതുകൊണ്ട് ബ്രഹ്മത്തിന് പ്രാരബ്ധമോ ലേശാവിദ്യ നിലനിൽക്കത്തില്ല. പിന്നെ വ്യവഹാരം എങ്ങനെ നിലനിൽക്കും? അത് കണ്ടവന്റെ ദൃഷ്ടിയുടെ തകരാറ് മാത്ര. അതായത് ജ്ഞാനിയെ സംബന്ധിച്ച് വ്യവഹാരമില്ല. നമ്മൾ ജ്ഞാനിയിൽ ആരോപിക്കുകയാണ് ജ്ഞാനി വ്യവഹാരം ചെയ്തു എന്നുള്ളത്. അജ്ഞാനിയായിരിക്കും നമ്മൾ അജ്ഞാനം കൊണ്ട് ജ്ഞാനിയിൽ ആരോപം ചെയ്യുന്നതിന് ജ്ഞാനി ഉത്തരവാദിയാണോ? ബ്രഹ്മത്തിൽ ഈ ജഗത്തിനെ നമ്മൾ ആരോപം ചെയ്യുന്നതുകൊണ്ട് ബ്രഹ്മ ഉത്തരവാദിയാണോ? അല്ലല്ലോ. ഇങ്ങനെ 3 പ്രകാരമുണ്ട്. അതിൽ ഒന്ന് മാത്രമേ ഇവിടെ എടുത്തിട്ടുള്ളൂ. കർമ്മശേഷ നിമിത്തം ഏത്? ലേശാവിദ്യ. ठीक അല്ലെങ്കിൽ അങ്ങനെ എണീക്കുക, വിദ്വശരീര സ്ഥിതിക്ക് ഹേതു അവിദ്യാലേശം. ഒന്ന്, ആ വിദ്യാലേശത്തെ ആശ്രയിച്ചിരിക്കുന്ന കർമ്മശേഷം അങ്ങനെയും കൊണ്ടുപോകാം. ആ കർമ്മശേഷം നിമിത്തമായിട്ട് വിദുഷോ ഭിക്ഷാടനാദി. അപ്പോൾ ലേശാവിദ്യയെ കാരണമായിരിക്കുന്ന പ്രാരബ്ധ കർമ്മത്തെ ആശ്രയിച്ചിട്ട് ഭിക്ഷാടനാദി അധ്യാപനാദികളെല്ലാം ജ്ഞാനിക്ക് സംഭവിച്ചോളും. ഓക്കെ. ഇത് എനിക്ക് നമ്മളെ പരിചയക്കാരൻ ദീക്ഷ തന്ന സ്വാമി ഒരു വശം പറയുന്നുണ്ടായിരുന്നു, ജ്ഞാനിക്ക് എവിടെ നിന്നാണ് അജ്ഞാനം? നമുക്ക് ചിരിക്കാനല്ല. അതായത് ഈശാവാസ്യത്തിന്റെ ടീക്കയിൽ വന്ന സാധനം വർഷങ്ങളോളം ആശ്രമത്തിൽ നിന്നിട്ടും ഒന്നും തലയിൽ കയറിയിട്ടില്ല എന്നുള്ളതാണ്. മനസ്സിലായോ? ഇങ്ങനെയൊക്കെ ഉള്ളു ലോകം. ചാടിക്കേറും. എന്തുകൊണ്ടാണോ? ഇവർക്ക് ജ്ഞാനിയാവും ഭയങ്കര വ്യഗ്രതയാണ്. അങ്ങനെയല്ല, സംഭവമല്ല. ഭിക്ഷ ഇത് എല്ലാ പ്രക്രിയയുണ്ട്. എല്ലാ 3 സ്ഥിതിയും കണ്ടു മനസ്സിലാക്കണം ഇവിടെ എന്താ സംഭവിക്കുന്നതെന്നല്ല. സ്വാമിജി, നമ്മള് ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം ആവരണമില്ല, ഇപ്പൊ വിക്ഷേപം ആ രീതിയിൽ ഇത് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. കാരണം ആവരണമില്ല, വിക്ഷേപം മാത്രമേ ഉള്ളൂ. ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം വിക്ഷേപം. അപ്പം ഈ ഒരു തലത്തെ അങ്ങനെ മനസ്സിലാക്കി എടുക്കുന്നതുകൊണ്ട് തെറ്റുണ്ടോ എന്ന് ചോദിക്കുക. ഈ വിക്ഷേപ ശക്തി വേണമെങ്കിൽ അതിന്റെ ഉപാദാനം വേണ്ടേ? ഓ, ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം ആവരണമല്ല. ഇതൊക്കെ ഇഷ്ടം പോലെ ഇനിയും പിറകോട്ട് സംസാരിക്കാനുണ്ട്. വിക്ഷേപ സ്ഥലത്ത് ആവരണത്തിന്റെ ആവശ്യമില്ല. പക്ഷെ സുഷുപ്തി സിദ്ധിക്കണമെങ്കിൽ ആവരണം വേണം. കാരണം മൂലാഖ്യാനം നഷ്ടപ്പെട്ട ആളെങ്ങനെ സുഷുപ്തി പോകും? ഇങ്ങനെയുള്ള കുറെ പ്രശ്നം ഇതിന്റെ ഇടയിലുണ്ട്. അത് ഞാൻ വിട്ടിട്ട് അവിടെ എടുക്കുന്നത്. വിദ്വശരീരസ്ഥിതി ഹേതു അവിദ്യാലേശം. അവിദ്യാലേശം മാനിച്ചിട്ട് പങ്ക്തികളുണ്ട്. അതേപോലെ തന്നെ മറ്റു സ്ഥലത്ത് പറയും ഭോഗപ്രാരബ്ധവും ജ്ഞാനപ്രാരബ്ധവും തമ്മിൽ പരസ്പരം ഉടക്കത്തില്ല. അതുകൊണ്ട് ജ്ഞാനപ്രാരബ്ധം ഉണ്ടെങ്കിൽ ജ്ഞാനം സംഭവിക്കും, ഭോഗപ്രാരബ്ധം ഉണ്ടെങ്കിൽ ഭോഗം സംഭവിക്കും. മാത്രമല്ല, അവിടെ ജ്ഞാനപ്രാരബ്ധം എന്നൊരു ശബ്ദമുണ്ട്. എന്ന് പറയാൻ പ്രാരബ്ധാധിഷ്ഠിതമായിട്ട് മാത്രമേ ജ്ഞാനം ഉത്പന്നമാക്കുള്ളൂ. ഇതിൽ വലിയ വലിയ മഹാത്മാക്കള് ഈ പങ്ക്തി തെറ്റിക്കാറുണ്ട്. വലിയ കിലാടികൾ. എന്താ പറയാന്നോ? സുഖം ദുഃഖം മാനാപമാനാദികൾ പ്രാരബ്ധാനുസാരവും ജ്ഞാനം പുരുഷാർത്ഥവും കൊണ്ടും നടക്കൂലുണ്ട്. പങ്ക്തി നമ്മൾ അങ്ങോട്ട് ഇട്ടേരാ. പച്ച പങ്ക്തി എടുത്തിട്ട് ചിത്സുഖിയിലുണ്ട്. ബ്രഹ്മസൂത്രത്തിൽ ലാസ്റ്റ് കാണാം. പ്രാരബ്ധാനുസൃതമായിട്ട് ജ്ഞാനം ഉത്പന്നമാക്കുന്നു. മാത്രമല്ല, ഇവിടെ തന്നെ നോക്കിയോ, ക്ലാസ് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം തരാത്ത എന്തുകൊണ്ടാ? പ്രാരബ്ധം ഇല്ലാത്തതുകൊണ്ട്. മനസ്സിലായോ? അതെന്തുകൊണ്ടാ? പൂർവ്വജന്മങ്ങൾ തന്നെ ഇരുന്നതുകൊണ്ട്. പൂർവ്വജന്മവും പറയുന്നത് കേട്ടിട്ടില്ല. പറയുന്നത് കേൾക്കുക എന്നുള്ളത് ഇത് വലിയ കാര്യമാണിത്. ഇത് വലിയൊരു ട്രഡീഷന്റെ ഭാഗമാണെന്നുള്ള ബോധമെങ്കിലും വേണം. പല കാര്യങ്ങളും നമ്മളെ കയ്യിലല്ല. ഞങ്ങളുടെ നാട്ടിലൊരു ലോക്കൽ പ്രയോഗമുണ്ട്, ഉപ്പുകൊണ്ട് മേക്കൗലമണി എന്ന് പറയും. എണ്ണമയമേ അത് വെച്ച് വരച്ചാ പോകുന്നത്, അതിൽ സോപ്പ് തന്നെ വേണം. മനസ്സിലായോ? അതേപോലെ ട്രഡീഷൻ കാര്യം അത് അതിന്റെ രീതിയിൽ പിന്തുടരെങ്കിലും മാത്രമേ ഇത് കൈവെക്കാൻ പറ്റത്തുള്ളൂ. അത്രയും ഈസി അല്ല ഇതിന്റെ ഉള്ളോട്ടേക്കുള്ള ഓരോ പ്രസംഗവും. നമ്മൾക്ക് അങ്ങോട്ട് ആക്കിക്കളയാൻ വിചാരിച്ചാൽ ഒരു കണക്കിന് ആകത്തില്ല എന്നർത്ഥം. ഇത് പഠിപ്പിക്കുന്ന എന്റെ കയ്യിലും അല്ല. എനിക്ക് പങ്ക്തി വ്യാഖ്യാനം നടത്താനേ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാകാം എന്നുള്ളത് നിങ്ങൾ ആ പരമ്പരയുടെ ഭാഗമായി മുന്നേറുമ്പോൾ മാത്രമേ കിട്ടത്തുള്ളൂ. പാലം എടുത്തിട്ട് തെളിയുമ്പോൾ മാത്രം മനസ്സിലാക്കുക എന്താ അവിടെ പറഞ്ഞു വെച്ചത്. ആ സാമാന്യമായിട്ട് നമ്മൾ പറയും ആവരണ ശക്തി കൊണ്ട് നഷ്ടപ്പെട്ടു പോകും, വിക്ഷേപ ശക്തിമത്തായിരിക്കുന്ന അവിധി നിലനിൽക്കുന്നു പറയും. അപ്പോൾ ഞാനിക്ക് വിക്ഷേപ ശക്തിമത്ത അവിധി നിലനിൽക്കുന്നതുകൊണ്ട് ജഗത്ത് കാണാം. അതുകൊണ്ട് വ്യവഹാരം നടക്കും. സുഷുപ്തിയിൽ എങ്ങനെ പോകും? വ്യവഹാരം ഇല്ലാത്ത സ്ഥലമല്ലേ. അവിടത്തേക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ലേശാവിദ്യ മാനിക്കുന്നത്. ഓക്കെ. സുഷുപ്തിയിലെ സ്വാമിജി, നമ്മൾ സുഷുപ്തിയിലെ യോഗനിദ്ര എന്ന് പറയുകയാണെങ്കിൽ അവിടെ വിക്ഷേപം മാത്രമല്ലേ ഉള്ളൂ? പ്ലീസ് യോഗനിദ്ര നിങ്ങളുടെ സാധനമേ അല്ല. അങ്ങനത്തെ സാധനം ഇവിടെ ഇല്ലല്ലോ. വേദാന്തത്തിൽ എവിടെയാ യോഗനിദ്ര വന്നത്? ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം ജ്ഞാനിയെ സമയത്ത് ഒരു തികയില്ല. കുണ്ടലിനി, യോഗനിദ്ര ഇത്യാദി ഇങ്ങോട്ട് കൊണ്ടെടുക്കുക. വേദാന്തം പ്യുവർ വേദാന്തമായിട്ട് പഠിക്കുക. ഇതാണ് സോക്കോള് ഗുരുക്കന്മാരുടെ സാധനം കേട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് മുക്തി നേടാൻ ഒരു ജന്മം വേറെ എടുക്കണം. അത്രയും പരനാരികൾ അങ്ങോട്ട് കൊടുപ്പാറ് നാശിപ്പിച്ച് വെച്ച ഫീൽഡാണ്. കഷ്ടപ്പാടാണിത്. നമ്മളിത് അനുഭവിച്ചതല്ലേ. അതിൽ നിന്ന് മാറിയിട്ട് ഇവര് പറയുന്നതിലൂടെ മാത്രം സഞ്ചരിച്ചെങ്കിലേ അതിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. എന്ത് യോഗനിദ്ര? ഞാൻ ഈ ബോധപൂർവ്വം യോഗനിദ്രയിൽ കയറി പോവാണോ? ഇത് നമ്മൾ പറഞ്ഞു സ്വാമിജി, ഇത് ശൃംഗേരി എന്നുള്ള ക്ലാസ്സില്
നമ്മളോട് പറഞ്ഞു ആവരണം സുഷുപ്തിയില് ജ്ഞാനിക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഞാനിക്കില്ല. പറഞ്ഞു ആവരണം ഉണ്ട്, ആവരണം ഇല്ലാതെ ഉറങ്ങാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ പിന്നെ അതല്ല വേറെ വിഷയമുണ്ട്. അവിടെ ചർച്ച ചെയ്യണമെങ്കിൽ അദ്വൈസിദ്ധ്യാദി ഗ്രന്ഥങ്ങളിലൂടെ പോകണം. സുഷുപ്തി സ്ഥലത്ത് രണ്ടുവിധ അജ്ഞാന ഗ്രഹണം നടക്കുന്നുണ്ട്. അതായത് മൂലാവിദ്യ, അജ്ഞാന സ്വരൂപ മൂലാവിദ്യ ജ്ഞാനം കിട്ടുന്ന കാലത്തോളം പ്രകാശിച്ചുകൊണ്ടിരിക്കും. ഏത്? അനുഭവാത്മകമായിട്ട് പ്രകാശിക്കും. അതിന്റെ പ്രകാശത്തിന്റെ പേരാണ് സാക്ഷി. സാക്ഷി സ്വരൂപം തിരിച്ചറിയാൻ നിങ്ങൾക്ക് ഇത് ഒരു കണക്കിന് പിടികിട്ടത്തില്ല. അതുകൊണ്ട് നമ്മൾ പറയുന്നത് സാക്ഷിയെ മനസ്സിലാക്കിയോ. സാക്ഷിയെ ആദ്യം മനസ്സിലാക്കിയ ശേഷം മാത്രമേ ഈ പങ്ക്തിയിലേക്ക് വരാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഒരുവിധ ആൾക്കാർക്ക് ഒന്നും പ്രവേശനമില്ലാത്ത ഏരിയ ആണ്. എത്ര കളിച്ചിട്ടും കാര്യമില്ല, ഒരു കളിയും ഇവിടെ നടക്കത്തില്ല. ടീക്കേ. എന്നപ്പോൾ ഇനി ഇതിന്റെ പ്രശ്നം പറഞ്ഞുതരാം. മൂലാവിദ്യ നിരന്തരം പ്രകാശിക്കുന്നതിനാൽ പ്രകാശം നഷ്ടപ്പെടാത്തത് കൊണ്ട് അനുഭവം നഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ സംസ്കാരം ഉണ്ടാവത്തുള്ളൂ. സംസ്കാരത്തിൽ നിന്നേ സ്മൃതി ഉണ്ടാവത്തുള്ളൂ. അതുകൊണ്ട് ഇവിടെ മൂലാവിദ്യയുടെ സ്മരണ ഒരിക്കലും അജ്ഞാനിക്ക് സംഭവിക്കത്തില്ല. അജ്ഞാനിക്ക് എന്നും മൂലാവിദ്യ പ്രകാശിക്കത്തുള്ളൂ, അനുഭവിക്കത്തുള്ളൂ. ആ അനുഭവത്തിന്റെ പേരാണ് സാക്ഷിജ്ഞാനം. ഓക്കെ. ജ്ഞാനിക്ക് മൂലാവിദ്യ നഷ്ടപ്പെട്ടത് കൊണ്ട് മൂലാവിദ്യ സ്മരിക്കാം. അതവിടെ നിൽക്കട്ടെ. സുഷുപ്തി സ്ഥലത്ത് മൂലാവിദ്യയുടെ പ്രകാശം ഉണ്ട്. പക്ഷേ ഞാൻ ഒന്നും അറിഞ്ഞില്ല, സുഖമായി ഉറങ്ങി എന്ന് തിരിച്ചു വരുമ്പോൾ നമ്മൾ സ്മരിക്കുന്നതിലെ ആ അജ്ഞാനം അത് മൂലാവിദ്യ അല്ല. പിന്നെയോ ജാഗ്രതയിലും സ്വപ്നത്തിലും കണ്ടതും കേട്ടതും അറിഞ്ഞിരിക്കുന്നതുമായിരിക്കുന്ന വസ്തുക്കളുടെ അജ്ഞാനം സുഷുപ്തിയിൽ നിലനിൽക്കുന്നുണ്ട്. അതിനെ കേൾക്കാനും കാണാൻ പറ്റാത്തതുകൊണ്ട് ആ അജ്ഞാനം ജാഗ്രതയിലേക്ക് വീണ്ടും തിരിച്ചു വരുമ്പോൾ നഷ്ടപ്പെടും. അതിനെയാണ് നമ്മൾ സ്മരിക്കുന്നത്. ഇതൊക്കെ അദ്വൈതസിദ്ധി പ്രസംഗമാണ്. അങ്ങനെ ഇരിക്കെ മൂലാവിദ്യയിലേക്കല്ല സുഷുപ്തി കാലത്ത് ഞാൻ തിരിച്ചു പോകുന്നു. കാരണം മൂലാവിദ്യ ഇല്ല. പിന്നെ എങ്ങോട്ട് പോകും? അത് വിക്ഷേപാവസ്ഥയല്ല. ടീക്കേ. ആയതിനാൽ ലേശാവിദ്യ മാനിച്ചേ പറ്റത്തുള്ളൂ. കാരണം തിരിച്ചു പോകുന്നത് നിങ്ങൾ പറയുന്നത് ഉപാദാനമായിരിക്കുന്ന വിദ്യയിലേക്കില്ല. അത് ആവരണാത്മകമായിട്ടാണ് വ്യവഹരിക്കുന്നത്. ആവരണം നഷ്ടപ്പെട്ട പിന്നെ എങ്ങനെ വ്യവഹരിക്കും? വിക്ഷേപം നല്ലല്ലോ പറഞ്ഞു. അതുകൊണ്ട് ലേശാവിദ്യ ആവശ്യമുണ്ട്. ഇങ്ങനെ എന്തൊക്കെ ബാക്കിയുണ്ട്. അദ്വൈസിദ്ധി കഴിഞ്ഞാൽ പോലും പിന്നെ സ്വന്തം കൈ നിട്ട് അന്വയിക്കേണ്ട ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. എന്നിട്ടാണോ അകാമിന ക്രിയ ഇവിടുത്തെ വിദ്വശരീരസ്ഥിതി ഹേതു നിമിത്തം തു വിദുഷോ ഭിക്ഷാടനാദി. ആ ഭിക്ഷാടനത്തെ നമ്മൾ കർമ്മം എന്ന് പറയൂല. എന്നാ കർമ്മ. അതെന്തുകൊണ്ടാ കർമ്മമായിട്ട് ഗണിക്കാത്തത്? ചോദനാഭാവാത്. വിധി ഇല്ല ജ്ഞാനിക്ക്. അതുകൊണ്ട് വിധിജന്യമായിട്ടുള്ള കർമ്മമല്ല ജ്ഞാനി ചെയ്യുന്നത്. പിന്നെന്താണ്? പ്രാരബ്ധാധിഷ്ഠിതമായിരിക്കുന്ന കർമ്മം മാത്രമാണ്. കിന്തു യാവത് പ്രാണശരീര സംയോഗഭാവി, എപ്പോൾ വരെ പ്രാണസംയോഗം നിലനിന്നുകൊണ്ട് ഉണ്ടാകുന്ന കർമ്മമുണ്ടോ, പ്രാണസംയോഗ സംയോഗേന ഭവതി സംയോഗഭാവി തത് കർമാഭാസം. അത് കർമാഭാസമാണ്. ഇതിനെയാണ് ബാധിതാനുവൃത്തി എന്ന് പറഞ്ഞത്. ബാധിച്ചു പോയെല്ലാം, എന്നാൽ അനുവൃത്തി നടക്കും. തച്ച വിദ്വാന്ന സ്വഗതം വന്യത. അത് ജ്ഞാനി തന്നിലുള്ളതായിട്ട് മാനിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ മൂന്നാമത്തെ പ്രസംഗം വെച്ചത്. ജ്ഞാനിയിലെ വ്യവഹാരം അജ്ഞാനി കൽപ്പിക്കുന്നതാണ് മക്കളെ, ജ്ഞാനിക്ക് ആ വ്യവഹാരമില്ല എന്ന്. ഇപ്പം പിടി കിട്ടിയോ? മൂന്നും വന്നില്ല. ഇപ്പോൾ പ്രാരബ്ധവും ലേശാവിദ്യയും. പ്രാരബ്ധം ഒഴിവാക്കിയിട്ട് ലേശാവിദ്യ, രണ്ടും ഒഴിവാക്കിയിട്ട് അജ്ഞാനിയുടെ ദൃഷ്ടിയിലുള്ള കൽപ്പന. കാരണം ജ്ഞാനി തന്നില് ഒന്നും മാനിക്കുന്നില്ല. എന്തുകൊണ്ടാ? ഞാൻ നിത്യ സിദ്ധ ബുദ്ധമുക്ത സ്വരൂപനായിരിക്കുന്ന ആത്മാവെന്ന് മാനിക്കുന്ന ആൾക്ക് എവിടെ നിന്നാണ് തന്നിൽ കർമ്മം മാനിക്കാൻ പറ്റുക? കർമാധ്യാസ ഉപാദാന അവിദ്യായ അസംഭവാത്. കർമാധ്യാസത്തിന്റെ ഉപാദാനമാണ് അവിദ്യ. അവിദ്യ നഷ്ടപ്പെട്ടു പോയി. പിന്നെ എവിടെ നിന്നാണ് കർമ്മം തന്നിലുണ്ടാവുക? നൈവ കിഞ്ചിത് കരോമീതി യുക്തോ മന്യേ തത്വ ഗീതയുടെ ഗീതാഭാഷ്യ ഗീതാസ്താണ് 5:8. നൈവ കിഞ്ചിത് കരോമീതി യുക്തോ മന്യേ തത്വവിത് പശ്യൻ ശൃണ്ണൻ സ്പൃശൻ ജിഗ്രൻ അസ്നൻ ഗച്ഛൻ സ്വപൻ ശ്വസൻ. ഇവിടെയാണത്. യദുക്തം അമൃത. ഇനി അടുത്ത പ്രസംഗത്തിലേക്ക് വരികയാണ്. യദുക്തം അമൃതത്വ ശബ്ദേന മുഖ്യമേവ അമൃതത്വം കിന്ന ഗൃഹ്യതി. യോജിച്ചിരുന്നു. എന്തുകൊണ്ട് അമൃതത്വ ശബ്ദത്താൽ മുഖ്യ അമൃതത്വം ഗ്രഹിക്കാൻ പാടില്ല? അതേപോലെ തന്നെ വിദ്യാശബ്ദേന ച പരമാത്മ വിദ്യേവ തത്ര വിദ്യേതി തത്രാഹ. വിദ്യാശബ്ദം കൊണ്ട് എന്തുകൊണ്ട് പരമാത്മ വിദ്യ തന്നെ ഗ്രഹിക്കാൻ പറ്റത്തില്ല? തത്രാഹ. അതിന് ഉത്തരം കൊടുക്കുകയാണ്. ഇനി മുന്നോട്ട് കണ്ടോ. അമൃതമസ്നുതേ ഇതി ആപേക്ഷികം അമൃതത്വം. അമൃതം ആപേക്ഷിക പ്രതീക്ക്. അമൃതമസ്നുതേ ഇതെവിടെയാ പറഞ്ഞത്? വിദ്യാമൃതമസ്നുതേ എന്നുള്ള സ്ഥലത്തെ അമൃതത്വ പ്രാപ്തി ആപേക്ഷികമായിരിക്കുന്ന അമൃതത്വമാണ്, പാരമാർത്ഥികമല്ലെന്നർത്ഥം. വിദ്യാശബ്ദേന പരമാത്മ വിദ്യാഗ്രഹണേ. വിദ്യാശബ്ദം കൊണ്ട് വിദ്യാഞ്ച എന്നുള്ള സ്ഥലത്ത് പരമാത്മ വിദ്യ ബ്രഹ്മാത്മ ഐക്യജ്ഞാനം എടുത്താൽ പ്രശ്നം എന്താ? കിരൺ മയേന പാത്രേണ ഇത്യാദിന ദ്വാർഗം
ദ്വാര മാർഗാദി യാചനം അനുപന്നം സ്യാത്. അങ്ങനെയാണെങ്കിൽ ദ്വാരമാർഗം, അതായത് ഹിരണ്യഗർഭ ലോകത്തിലേക്ക് പോകാനുള്ള ദ്വാരമായിരിക്കുന്ന സൂര്യനോട് യാചന നടത്തിയില്ലേ, വഴിവിട്ടു തരൂ, ഇത് നടക്കത്തില്ലായിരുന്നു. എന്തുകൊണ്ടാ? തത്ര പ്രാണ ഉത്ക്രാമന്തി അത്രയോ സമവിലീയന്തേ. ജ്ഞാനിയുടെ പ്രാണ ഉത്ക്രമണം നടക്കത്തില്ല. ഉത്ക്രമണം നടന്നെങ്കിൽ മാത്രമേ ഇവിടെ യാചനയുടെ ആവശ്യമുള്ളൂ. ആയതിനാൽ ജ്ഞാനിയുടെ കാര്യമല്ല ഇവിടെ പറഞ്ഞത്. ആയതിനാൽ ജ്ഞാനവുമായിട്ട് സമുച്ചയം നടത്താൻ പറ്റുന്ന സ്ഥിതിയല്ലത്. ടീക്കേ. അപ്പൊ എന്ത് പറ്റി? അമൃതമസ്നുതിന്റെ ആപേക്ഷിക അമൃതത്വം. അമൃതമസ്നുതി എന്നുള്ളത് ആപേക്ഷികമായിരിക്കുന്ന അമൃതത്വമാണ്. കാരണം ഇവിടെ വിദ്യ കൊണ്ട് കിട്ടുന്ന വാസ്തവ അമൃതത്വമല്ല. വിദ്യ കൊണ്ട് കിട്ടുന്ന വാസ്തവ അമൃതത്വമായിരുന്നു പറഞ്ഞതെങ്കിൽ ഇവിടെയുള്ള യാചന സംഭവിക്കത്തില്ലായിരുന്നു. മനസ്സിലായോ? അപ്പൊ രണ്ടും കൂടി കൂടിച്ചേർത്തിട്ടാണ്. വിദ്യാശബ്ദം കൊണ്ട് പരമാത്മ വിദ്യ ഗ്രഹിക്കാൻ പറ്റത്തില്ല. കാരണം യാചന ഇവിടെ കാണുന്നുണ്ട്. ജ്ഞാനിക്ക് യാചന സംഭവിക്കത്തില്ല. ഒന്ന്. മുഖ്യ അമൃത സ്ഥലത്തും യാചനയില്ല. കാരണം പോക്കും വരവില്ലാത്ത അമൃതത്വമാണത്. അവിടെ എവിടെ യാചന? തസ്മാത് ഉപാസനായാ സമുച്ചയോ. അതുകൊണ്ട് കർമ്മത്തിന്റെ സമുച്ചയം ഏതുമായിട്ടാ? വിദ്യയായിട്ട്. അവിടെ വിദ്യയുടെ ശബ്ദത്തിന് അർത്ഥം എന്താ? ഉപാസന. ഉപാസനയാ സമുച്ചയോ ന പരമാത്മ വിജ്ഞാനേന. പരമാത്മ വിജ്ഞാനവുമായിട്ട് സമുച്ചയം പറ്റത്തില്ല. യഥാ അസ്മാഭിർ വ്യാഖ്യാതഃ ഏവ മന്ത്രാണാം അർത്ഥഃ ഇതി ഉപരമ്യതേ. യഥാ അസ്മാഭിർ വ്യാഖ്യാതഃ, എപ്രകാരം നമ്മളാൽ ഈ മന്ത്രവ്യാഖ്യാനം ചെയ്യപ്പെട്ടിരിക്കുന്നുവോ. മന്ത്രാണാം അർത്ഥഃ യഥാ അസ്മാഭിർ വ്യാഖ്യാതേവ മന്ത്രാണാം അർത്ഥഃ. നമ്മൾ വ്യാഖ്യാനം ചെയ്ത് തന്നെയാണ് മന്ത്രത്തിന്റെ അർത്ഥം. പക്ഷേ കാരണം അവസാനം ശഠിക്കുകയാണ്. ഇതിന്റെ അപ്പുറത്തേക്ക് പോകത്തില്ല. എന്തുകൊണ്ടാ? യുക്തിഭദ്രവും ശ്രുതിഭദ്രവുമാണ്. അല്ലാതെ ഞാൻ പറഞ്ഞ വഴിക്ക് വരണം നല്ലത്. ശ്രുതിയിലേക്കും മറ്റു ശ്രുതികളുടെ സഹായത്തോടു കൂടിയാണ് ഇവിടെ ഇപ്പോൾ ശ്രുതി സിദ്ധിച്ചിരിക്കുന്നത്. ഇത് ഉപരമ്യതേ എന്നും പറഞ്ഞുകൊണ്ട് ഉപരാമം ചെയ്യാണ്. സംക്ഷേപത വ്യാഖ്യാസ്യാമഹ എന്ന് മുമ്പ് പറഞ്ഞിരുന്നോ എപ്പോഴെങ്കിലും? 6-ാമത്തെ പേജിൽ 3-ാമത്തെ ഭാഷയിൽ കണ്ടാൽ മതി. മന്ത്രാൻ സംക്ഷേപത വ്യാഖ്യാസ്യാമഹ. ഈ മന്ത്രങ്ങളെ നോം സംക്ഷേപിച്ചിട്ട് വ്യാഖ്യാനം ചെയ്യാൻ പോകുന്നു. ഇവിടെ എന്താ പറഞ്ഞത്? വ്യാഖ്യാനക തീർന്നു ഉപരമ്യതേ. വിട്ടുപോയോ? ടീക നോക്കണേ. മുഖ്യ അമൃതത്വ ഗ്രഹണേ ഹിരൺമയാദി പാത്രേണ ദ്വാരമാർഗയാചനം അനുപന്ന സ്യാത്. ഭാഷത്തിൽ അങ്ങനെയല്ലായിരുന്നു. അതുകൊണ്ട് ടീക്കയിൽ വിശദീകരിക്കുക. മുഖ്യ അമൃതത്വമാണ് അമൃത ശബ്ദം കൊണ്ട് ഗ്രഹിക്കുന്നതെങ്കിൽ ഹിരൺമയാദി പാത്രേണ എന്നുള്ള ദ്വാരം തന്നെയാണ് മാർഗം. ടീക്ക്. ആ യാചന സംഭവിക്കത്തില്ല. അനുപന്നം അയുക്തം സ്യാത് എന്നർത്ഥം. സംഭവിക്കാൻ പാടില്ലായിരുന്നു. മാത്രല്ല ഇനിയും ശ്രുതി പ്രമാണം തരാം. എന്ന തസ്യ പ്രാണ ഉത്ക്രാമന്തി. അവന്റെ പ്രാണൻ ഉത്ക്രമണം നേരിടത്തില്ല. പ്രാണാഹ എന്ന. ടീക്കേ. ഇതെന്താ ഉദ്ദേശിച്ചത്? ഒരാള് മരിക്കുന്ന സമയത്ത് ഇന്ദ്രിയങ്ങൾ പിൻവലിയും. ഇന്ദ്രിയങ്ങൾ സ്വസ്ഥാനങ്ങളിൽ നിന്ന് പിൻവലിഞ്ഞ് പ്രാണന്മാരും കൂടെ പോയിട്ട് എവിടത്തേക്ക് പോകുന്നത്? ഹൃദയത്തിലേക്ക് ചെല്ലും. ടീക്കേ. ഹൃദയത്തിൽ പിന്നെ സപ്തദശ കലകൾ ഒന്നിച്ചു ചേരും. പല സ്ഥലത്തിരുന്നവൻ ഒന്നിച്ചു ചേർന്ന് മർമ്മങ്ങളിലല്ലേ ഇരിക്കുന്നത്. അവിടെ നിന്നൊക്കെ തിരിച്ച് ഇന്ദ്രിയങ്ങളിലെല്ലാം സ്ഥാനങ്ങളിലും തിരിച്ച് വരുമ്പോൾ അതിൽ പ്രതിബിംബനായിരിക്കുന്ന ചൈതന്യം നിലനിൽക്കുന്നുണ്ട്. അതോടുകൂടി ജീവനായി കഴിഞ്ഞല്ല. ബിംബചൈതന്യം, പ്രതിബിംബ ചൈതന്യം, 17 കലായ ഈ സമൂഹമാണ് ജീവൻ. ഇവൻ ആ ഹൃദയത്തിൽ നിന്ന്, ഹൃദയത്തെക്കുറിച്ച് പറയുമ്പോൾ പറയും അഷ്ടദശം പഞ്ചസുഷിരം അധോമുഖം എന്ന് പറയും. അധോമുഖമായിരിക്കുന്ന ഒരു 8 ദളത്തോടുകൂടി 5 സുഷിരമുള്ള ഒരു മാംസപിണ്ഡത്തെ തന്നെ പറയുന്നുണ്ട്. ഭാഷ്യകാരൻ ബൃഹദാരണ്യകത്ത് പറയുന്നുണ്ട് വിശംസ്യമാനെ പശു ദൃശ്യമാനത്വ എന്ന് പറയും. കൊല്ലപ്പെടുന്ന പശുവിൽ കാണാമെന്ന് പറയുന്നത്. മാംസപിണ്ഡം കാണാം, അതിലുള്ള ഹൃദയം. ആ ഹൃദയത്തിന്റെ കർണിക, അവിടെ നിന്നൊരു ബ്രഹ്മനാടി ഉത്പന്നമാവുന്നുണ്ട്. ആ ബ്രഹ്മനാടിയിൽ നിന്ന് പിന്നെ സുഷുമ്നയിലേക്ക് വരും. ആ ഹിരണ്യഗർഭ ഉപാസകനാണെങ്കിൽ സുഷുമ്ന നാടി വഴി ചെറുനാക്ക വഴി കയറി ബ്രഹ്മരന്ധ്രത്തിലെത്തി അവിടുന്ന് ഹിരണ്യഗർഭ ലോകത്തിലേക്ക് പോകും. ടീക്കേ. അതായത് ഇവിടെ വിടുമ്പോഴേക്കും അങ്ങേര് എവിടെ എത്തും? സൂര്യലോകത്തെത്തും. അങ്ങനെയാണ്. സമയം എടുക്കത്തില്ല. വിടുന്നു അങ്ങേര് സൂര്യലോകത്തുണ്ടാവും. എനിക്കാണ് കഥ പറഞ്ഞു വെച്ചത്. ഈ സിസ്റ്റം മനസ്സിലായോ? ഹൃദയത്തിൽ നിന്ന് ബ്രഹ്മനാടിയിലൂടെ അവൻ സുഷുമ്നയിലേക്ക് കയറി അങ്ങനെ ചെറുനാക്ക വഴി വളഞ്ഞടിച്ച് ഇവൻ ഇവിടെ നിന്ന് വിട്ടുപോകും. ഈ സാധനത്തെയാണ് നമ്മൾ ഒന്ന് റബ്ബർ പോലെ പിടിച്ചു വലിച്ചിട്ട് മൂലാധാരത്തിൽ എത്തിച്ചിട്ട് ഒരു ഉപാസന സിസ്റ്റം ഉണ്ടാക്കിയെടുത്തത്. ഇതിനെ പിടിച്ചു നീട്ടിയ സാധനമാണ് കുണ്ടലിനി ഉപാസന. പിടി കിട്ടിയോ?
അതുകൊണ്ട് തന്നെ കുണ്ടലിനി ഉപാസനയ്ക്ക് തന്നെ രണ്ട് വകഭേദം കേൾക്കാം. ഒന്ന് മൂലാധാരത്തില് അല്ലെങ്കിൽ ഹൃദയത്തില്. മനസ്സിലായോ? ഇതിന്റെ കാരണം ഇതാണ്. ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്, ഉണ്ടാക്കിയെടുത്തതാണ്. എന്നാൽ ഫലം കിട്ടൂലെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്താ കല്ലിനെ ആരാധിച്ചു കഴിഞ്ഞാൽ ദേവതാരൂപത്തിൽ ആരാധിച്ച ഫലം കിട്ടൂലേ? ഒന്നുമില്ലെങ്കിലും ധ്യാനിച്ചാൽ തന്നെ മനസ്സിന്റെ ശക്തി കൊണ്ട് ആൾക്കാർ എന്തൊക്കെ ചെയ്യാറുണ്ട്. മനസ്സിലായോ? അതൊക്കെ സൗന്ദര്യലഹരിയിൽ പറയുന്നുണ്ടല്ലോ സ്വാമി. അയ്യോ, സൗന്ദര്യലഹരിയിലൊക്കെ കുണ്ടലിനി പ്ലീസ് സൗന്ദര്യ പ്രാമാണികമായിരിക്കുന്ന ഗ്രന്ഥമേ അല്ല. നിങ്ങൾ ഈ ശൃംഗേരിക്കാർക്ക് എന്ത് തോട്ട സാധനവും ഓക്കെയാണ്. ശങ്കരാചാര്യ ഗ്രന്ഥവും നല്ലത്. പിന്നെ ശങ്കരാചാര്യ ചിത്രം വരച്ചിട്ട് തന്ത്രം ചെയ്യാൻ പാടില്ല. എന്ത് വിവരക്കട. അതാണ് പറഞ്ഞത്, ഇതിന്റെ വേദാന്തത്തിന്റെ അത്താ പത്താ നെഹി ഹെ. വേദാന്തം കുറച്ചെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് ജ്ഞാനകാന്ഡമാണിത്. ഇതിനെ പിടിച്ചോട് കർമ്മകാണ്ഡം കിട്ടുന്നത്. ആരാണോ രാവിലെ തന്നെ ദർശനത്തിൽ ഇരുന്നും കൊടുത്ത് അവിടെ കാണുന്ന ആ കല്ലേൽ അഭിഷേകം ചെയ്യാതിരിക്കുന്നത്, അങ്ങേർക്ക് എന്ത് മണ്ടയുണ്ടായിട്ടാണ് വേദാന്തം പഠിക്കുന്നത്? ഇത് തത്തയും സംസാരിക്കും വേദാന്തം. മണ്ഡന മിശ്രന്റെ വീട്ടിൽ തത്ത സംസാരിക്കുകയായിരുന്നു. മണ്ഡന്റെ അടുത്തേക്ക് ചെല്ലി തന്നാൽ ആദ്യം തത്തയോട് സംസാരിച്ചിട്ട് ജയിച്ചെങ്കിൽ മാത്രം മണ്ഡനോട് സംസാരിച്ചാൽ മതിയായിരുന്നു. വേദാന്തം തത്തയ്ക്ക് സംസാരിക്കാൻ പറ്റുന്നു. ഇത്രേ വേദാന്തം ഇവരെടുത്തുള്ളൂ. ഇവരവിടെ ജയിക്കും. അതല്ല സാധനം. മനസ്സിലായോ? സ്റ്റെഫ് വേറെയാണ്. സ്റ്റഫുള്ള ആൾക്കാർ രാവിലെ തന്നെ കിണ്ടിമ്പളക്കായിട്ട് ഇറങ്ങുമോ? എന്തുവാ വിചാരിച്ചത്? ശങ്കരാചാര്യർ പറയുന്നതെന്തോ ശങ്കരാചാര്യന്മാര് ചെയ്യുന്നത് എന്തോ ഒരു ബന്ധമില്ലാത്തൊരു സാധനം. പണ്ടേ ഞങ്ങളെ കൈലാസാശ്രമത്തില് മഹിമയും ഇല്ലായിരുന്നു, ഒരു പരിപാടി ഇല്ലായിരുന്നു. ഒരു കല്ല് അവിടെ ഉണ്ടായിരുന്നു. അത് ഒരു പൂജ നടത്തുന്നല്ലാതെ ഒരു പരിപാടി ഇല്ലാത്ത സ്ഥലമായിരുന്നു. പഠനം മാത്രം. ശ്രവണത്തിനാണ് വരുന്നത്, ശ്രവിപ്പിക്കാൻ അവിടെ ആൾക്കാരുണ്ടായിരുന്നു. അവിടുത്തെ കഥ തന്നെ എങ്ങനെയാണ്? അവിടുത്തെ ധനരാജഗിരിയുടെ സ്വപ്നത്തിൽ തെളിയുന്നതാണ് ഞാൻ ഇന്നൊരു സ്ഥലത്തുണ്ട്, ഞാൻ ആ ലിംഗമായിട്ട് എടുത്തോണ്ട് പോകാം. അങ്ങനെ ആദ്യമൊന്നും വലിയ ഗവനിച്ചില്ല. സ്ഥിരം ഇങ്ങനെ സ്വപ്നം കണ്ടപ്പോൾ അങ്ങനെ പോയിട്ട് ഹരിദ്വാറിൽ പോയ സമയത്ത് അവിടെ കല്ല് കിടക്കുന്നുണ്ട്, അതെടുത്തോണ്ട് സ്ഥാപിച്ചതാണ്. അങ്ങനെയൊക്കെയാണ് കഥയാണ് കേട്ടാൽ ആ രീതിയിൽ. അപ്പം പറയുന്നതാണ് അവിടെ ക്ലാസ് എടുക്കാൻ പറയും. പിന്നെ എനിക്കിത് നടത്തലില്ല, ഇത്രയും ഒന്നും വ്യവസ്ഥയില്ല. ഇന്നത് കാണുന്ന കൈലാസം അല്ല, അത് വ്യവസ്ഥയേ ഇല്ല. എത്ര കാലം മുന്നേ 1880 സ്ഥാപിച്ചതാണ്. അവൻ പറയാണ്, നീ എന്നെ കേൾപ്പിച്ചുകൊണ്ടിരുന്നാൽ മതി, ബാക്കി അതെന്റെ ദൗത്യമാണ്. അങ്ങനെയാണ് ഭഗവാനെ കേൾപ്പിക്കാനായിട്ടുള്ള ക്ലാസ് ആണ് അവിടെ നടക്കുന്നത്. അതിൽ നമ്മളും പങ്കാളികളായി മുന്നോട്ട് പോകുന്നു. പഠനം മാത്രമായിരുന്നു അവിടുത്തെ കാലം. പക്ഷെ ഒരാൾ ഒരു ദിവസം ശരീരം വിട്ടപ്പോൾ ഇവർ 4 ദിവസം കഴിഞ്ഞിട്ടാണ് അറിഞ്ഞത്. അങ്ങനെ അവർ തീരുമാനിച്ചു, നമ്മൾക്ക് രാവിലെ എല്ലാവർക്കും കൂടിയിട്ട് ഒരു കൂടിയിട്ട് നമുക്ക് എല്ലാവരും പരസ്പരം കണ്ടിട്ട് പോകാന്ന് പറഞ്ഞു. കാണുന്ന ആ സ്ഥലത്ത് പിന്നെ ആരോ ശ്ലോകം തൊല്ലിച്ചു തുടങ്ങിയതാണ്. ഇന്ന് 1.5 മണിക്കൂർ വലിച്ചു നീട്ടിരിക്കുന്നത്. മഹിം അത് കേട്ട് കഴിഞ്ഞാല് ഞങ്ങള് ബ്രഹ്മാനന്ദാശ്രമത്തിലും പാടുന്നതാണത്. ठीक है, महिम പാരം തേ പരമവിദുഷോ യദ്യ സദൃശി. അതായത് ഒരു കാലം കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്, നമ്മൾ ഈ സാധനം, ഈ കർമ്മകാണ്ഡം നിങ്ങൾ ഒരു ചെറുങ്ങനെ കയറ്റി വെച്ചാൽ ഈ ഭൂലോകത്തെ 99% കർമ്മകാണ്ഡികൾ അജ്ഞാനികളുടെ ബഹളമാണ്. അവർ ഈ സാധനം ഹൈജാക്ക് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് ബ്രഹ്മകാണ്ഡം പറയാൻ അവസരം തരൂല. മനസ്സിലായോ? അത് വലിയൊരു പ്രശ്നമാണ്. അത്ര ബ്രഹ്മസമസ്തുതേ, ഇവിടെ തന്നെ ബ്രഹ്മത്തെ പ്രാപിക്കും. പിന്നെ എങ്ങോട്ട് പോകാൻ എന്ന് പറയുന്ന അർത്ഥം, സ്വരൂപമായിരിക്കുന്ന ബ്രഹ്മത്തെ അതായത് ജ്ഞാനത്തിന്റെ സാഫല്യം ഇവിടെ തന്നെ പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങോട്ട് പോകും? ബാക്കിയെല്ലാം ലോകപ്രാപ്തിയാണ്, ഇവിടെ എങ്ങോട്ടും പോകാനില്ല. തതോ മുഖ്യാർത്ഥ ബാധാത് ഗൗണാർത്ഥ ഗ്രഹണം യുക്തമിത്യർത്ഥ. ഏതിന്റെ? വിദ്യാശബ്ദത്തിന്റെ മുഖ്യാർത്ഥമായിരിക്കുന്ന ജ്ഞാനം അത് ബാധിക്കപ്പെട്ടു പോയി. കാരണം അന്വയിക്കാൻ പറ്റത്തില്ല. ഏതുമായിട്ട്? സമുച്ചയം. ആരുമായിട്ട്? കർമ്മമായിട്ട്. എന്തുകൊണ്ടാ? വിരോധമുള്ളത് കൊണ്ട്. ആയതിനാൽ ഗൗണാർത്ഥ ഗ്രഹണം യുക്തം. വിദ്യാശബ്ദത്തിന് ഗൗണാർത്ഥമായിരിക്കുന്ന ഉപാസന എന്നുള്ള അർത്ഥം ഗ്രഹിക്കുന്നതാണ് നല്ലത്. യസ്മാത് അർത്ഥാന്തരന്ന സംഗച്ഛത് തസ്മാദിത്യുപര ഉപസംഹാര. അങ്ങനെ വിട്ടുപോകാന്ന് പറഞ്ഞല്ലോ. വേറൊരു അർത്ഥം ഇതല്ലാതെ, ഞാൻ പറഞ്ഞ രീതിയിലല്ലാതെ ഒരു അർത്ഥം ഗ്രഹിക്കാൻ പറ്റത്തില്ല എന്നുള്ളതിനാൽ ഞാൻ പറഞ്ഞ കാര്യം സിദ്ധിച്ചു, അങ്ങനെ ഉപസംഹരിക്കുന്നു എന്നർത്ഥം. ഈശ പ്രഭൃതി ഭാഷ്യസ്യ ശങ്കരസ്യ പരാത്മനഃ മന്ദോപകൃതി സിദ്ധ്യർത്ഥം പ്രണീതം ടിപ്പണം സ്ഫുടം. ഈശപ്രഭൃതി ഭാഷ, അതായത് ഈ ആനന്ദഗിരി ആചാര്യൻ ഈശാവാസ്യം മുതൽക്ക് ബൃഹദാരണ്യക ഭാഷ്യം വരെ ടീക്ക എഴുതിയിട്ടുണ്ട്. അതാണ് പ്രഭൃതി എന്ന് പറയാം, എക്സെട്ര മുതലായ ഭാഷ്യസ്യ. ആരുടെ ഭാഷ്യം? ശങ്കരന്റെ ഭാഷ്യം. അതിനെന്ത് പറയും? ശാങ്കരം. ശങ്കര ഭാഷ്യം നല്ലോട്ട് പറയാം, ശാങ്കരം എന്ന് പറയാം. ശങ്കരസ്യതം ഭാഷ്യം ശാങ്കരം, ശാങ്കരസ്യ ഭാഷ്യസ്യ. ടീക്കേ പരാത്മനഃ ശങ്കരസ്യ ഭാഷ്യസ്യ. ഇതെവിടെ എന്താണ്? 4 നമ്പർ ടിപ്പണം നമുക്ക്. പരാത്മനഹിതി പരം ആത്മാ യസ്മിൻ തസ്യ വിഗ്രഹ. പരം ബ്രഹ്മ
ആത്മാ ഭിന്നത്വേന ഭാസമാനം വാ സർവാത്മത്വേന പ്രതിപാദിതം യസ്മിൻ. നമ്മളെ സംബന്ധിച്ച് ആത്മഭിന്നമായിട്ട് ഭാസിക്കുകയാണ് ഈ ബ്രഹ്മ. പക്ഷെ ഇവിടെ പ്രതിപാദിക്കുന്നത് എന്താണ്? സർവാത്മവാനാണ് അവൻ. സർവാത്മനായതുകൊണ്ട് എന്റെ സ്വരൂപവും ബ്രഹ്മസ്വരൂപവും തമ്മിൽ ഭേദം ഉണ്ടാകത്തില്ല. ഇങ്ങനെ ഇരിക്കുന്ന ഒരു പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്ന ഏതൊരു ഗ്രന്ഥത്തെയാണോ അതിനെയാണ് നമ്മൾ സർവാത്മ എന്ന് ഉദ്ദേശിച്ചത്. ഓക്കെ, ആര്? ഭാഷ്യം. അങ്ങനെ ഇരിക്കുന്ന സർവാത്മന ഭാഷ്യത്യ മന്ദ ഉപകൃതി സിദ്ധ്യർത്ഥം, മന്ദബുദ്ധികൾക്ക് ഉപകാരത്തിനായിട്ട് ടിപ്പണം സ്ഫുടം പ്രണീതം, അതിന്റെയും വ്യാഖ്യാനം, ഭാഷ്യത്തിന്റെയും വ്യാഖ്യാനം സ്ഫുടമായിട്ട് ചെയ്തിരിക്കുന്നു. ഇതി ശ്രീ പരമഹംസ പരിവ്രാജകാചാര്യ ശ്രീ ശുദ്ധാനന്ദ ഭഗവത് പൂജ്യപാദ ശിഷ്യ ഭഗവദാനന്ദ ജ്ഞാനകൃത വാചസ്പനേയ സംഹിതോപനിഷത് ഭാഷ്യ ടീക്ക സമാപ്ത. പരമഹംസ പരിവ്രാജകാചാര്യനായിരിക്കുന്ന ശുദ്ധാനന്ദ ഗുരുവിന്റെ ശിഷ്യനായിരിക്കുന്ന ആനന്ദഗിരി, മൊത്തം പേരെന്താ? ആനന്ദജ്ഞാന. ആനന്ദഗിരിനെ പറയാറുള്ളൂ, ആനന്ദജ്ഞാന. ചിലയിടത്ത് ജ്ഞാനാനന്ദ എന്ന് പറഞ്ഞോളി. എന്താണ്? ആനന്ദജ്ഞാനകൃത വാചസ്പനിക ശാഖയിലെ ഈശാവാസ്യ ഉപനിഷത്തിന്റെ ടീക്ക സമാപിച്ചു. 52-ാം പേജ് എടുത്ത് ഭാഷ്യത്തിന്റെ അവസാനം കാണ്. ഇതി ശ്രീ ഗോവിന്ദ ഭഗവത് പൂജ്യപാദ ശിഷ്യസ്യ പരമഹംസ പരിവ്രാജകാചാര്യസ്യ ശ്രീ ശങ്കര ഭഗവത കൃതവും വാചസ്പനേയ സംഹിതോപനിഷത് ഭാഷ്യം സമ്പൂർണം. ഇത് ഇപ്രകാരം ഗോവിന്ദ ഭഗവത് പൂജ്യപാദരാണ് ഭാഷ്യകാരന്റെ ആചാര്യൻ. അങ്ങേരുടെ ആചാര്യന്റെ പേരെന്താ? ഗൗഡപാദര്. ഗൗഡ പരമ്പര എങ്ങനെയാ? ഗൗഡപാദര്, ഗോവിന്ദ ഭഗവത്പാദര്, ശങ്കര ഭഗവത്പാദര്, ഇങ്ങനെ വരും. അപ്പോൾ ഗോവിന്ദ ഭഗവത്പാദരുടെ ശിഷ്യനായിരിക്കുന്ന ശിഷ്യസ്യ കസ്യ ശങ്കര ഭഗവത, അദ്ദേഹത്തിന്റെ വിശേഷണമാണ് പരമഹംസ പരിവ്രാജകാചാര്യസ്യ. അതായത് ബഹൂദകൻ, കുടീചകൻ, ബഹൂദകൻ, ഹംസൻ, പരമഹംസൻ. ഇങ്ങനെ 4-ല് അവസാനത്തതാണ് പരമഹംസ പാരിവ്രാജ്യമായ സന്യാസം. സർവം പരിത്യക്ത്വ വ്രജതീതി പരിവ്രാട് തസ്യഭാവ പാരിവ്രാജ്യം. അവനിലിരിക്കുന്നതാണ് പാരിവ്രാജ്യം. സന്യാസിക്ക് 3 ദിവസത്തിൽ കൂടുതൽ ഒരിടത്തും ഇരിക്കാനുള്ള പെർമിഷൻ ഇല്ല. ഗംഗാതീരങ്ങളിൽ പഠനപാഠനത്തിനായിട്ട് ഇരിക്കാം എന്നൊഴിച്ചിട്ട് എന്നൊക്കെ നിയമമൊക്കെ ഉണ്ട്. എവിടെയെങ്കിലൊക്കെ തങ്ങിക്കൂടി ജീവിച്ചു പോകാനല്ലാതെ. ആചാര്യസ്യ ശ്രീ ശങ്കര ഭഗവത, ശ്രീ ശങ്കര ഭഗവാന്റെ ഭഗവത കൃതവും ഭഗവാനിൽ ചെയ്യപ്പെട്ടിരിക്കുന്നേ വാചസ്പനീയ സംഹിതോപനിഷത് ഭാഷ്യ സമ്പൂർണം. അങ്ങനെ നിങ്ങളുടെ വാചസ്പനി ശാഖയിലെ ഈശാവാസ്യ ഉപനിഷത്ത് സമ്പൂർണമായിരിക്കുകയാണ്. ഓം തത്സത്. ഓം ശന്നോ മിത്രഃ ശം വരുണഃ ശന്നോ ഭവത്വര്യമ ശന്ന ഇന്ദ്രോ ബൃഹസ്പതിഃ ശന്നോ വിഷ്ണുരുക്രമഃ. നമോ ബ്രഹ്മണേ നമസ്തേ വായോ ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മാസി ത്വാമേവ പ്രത്യക്ഷം ബ്രഹ്മ വദിഷ്യാമി ഋതം വദിഷ്യാമി സത്യം വദിഷ്യാമി തന്മാമവതു വധു വക്താരമവതു അവതു മാം അവധു വക്താരം. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം യശ്ചന്ദസാം വൃഷഭോ വിശ്വരൂപഃ ഛന്ദോഭ്യോऽധ്യമൃതാः സംബഭൂവ സമേന്ദ്രോ മേധയാ സ്പൃണോതു അമൃതസ്യ ദേവധാരണോ ഭൂയാസം ശരീരം മേ വിചർഷണം ജിഹ്വാ മേ മധുമത്തമാ കർണാഭ്യാം ഭൂരി വിശ്രുവം ബ്രഹ്മണഃ കോശോऽസി മേധയാ പിഹിതഃ ശ്രുതം മേ ഗോപായ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം അഹം വൃക്ഷസ്യ രേരിവ കീർത്തിഃ പൃഷ്ഠം ഗിരേരിവ ഊർധ്വ പവിത്രോ വാജിനീവ സമൃതമസ്മി ദ്രവിണഗും സവർച്ചസം സുമേധാ അമൃതോക്ഷിതഃ. ഇതി ത്രിശങ്കോർവേദാനുവചനം. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ആപ്യായന്തു മമാംഗാനി വാക്പ്രാണചക്ഷുഃ ശ്രോത്രമഥോ ബലമിന്ദ്രിയാണി ച സർവാണി. സർവം ബ്രഹ്മോപനിഷദം മാഹം ബ്രഹ്മ നിരാകുര്യാം മാമാ ബ്രഹ്മ നിരാകരോദ നിരാകരണമസ്ത്വനിരാകരണം മേ അസ്തു. തദാത്മനി നിരതേയ ഉപനിഷത്സു ധർമാസ്തേ മയി സന്തു തേ മയി സന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.
ഓം വാങ്മേ മനസി പ്രതിഷ്ഠിതാ മനോ മേ വാചി പ്രതിഷ്ഠിതം ആവിരാവിർമഹേധി വേദസ്യ മാ ആണിസ്തഃ ശ്രുതം മേ മാ പ്രഹാസീരനേനാധീതേന ഹോരാത്രാൻ സംദദാമി ശ്രുതം വദിഷ്യാമി സത്യം വദിഷ്യാമി തന്മാമവതു തദു വക്താരമവതു അവതു മാം അവതു വക്താരമവതു വക്താരം. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ഭദ്രന്നോ അപിവാദയ മനഃ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ഭദ്രം കർണേഭിഃ ശൃണുയാമ ദേവാഃ ഭദ്രം പശ്യേമാക്ഷദുര്യജത്രാഃ സ്ഥിരൈരംഗൈസ്തുഷ്ടുവാഗുംസस्तनूभिर्दशेम देवहितं यदायुः स्वस्ति न इन्द्रो वृद्धश्रवाः स्वस्ति नः पूषा विश्ववेदाः स्वस्ति नस्तार्क्ष्यो वरिष्ठनेमिः स्वस्ति नो बृहस्पतिर्दधातु. ओम शांति शांति शांति. ओम यो ब्रह्माणं विदधाति पूर्वं यो वै वेदांश्च प्रहिणोति तस्मै तं तदेवमात्मबुद्धिप्रकाशं मुमुक्षुर्वै शरणमहं प्रपद्ये. ओम शांति शांति शांति. ओम नमो ब्रह्मादिभ्यो ब्रह्मविद्या संप्रदायकर्तृभ्यो वंश ऋषिभ्यो महद्भ्यो नमो गुरुभ्यः. सर्वोपप्लवरहितः प्रज्ञानघनः प्रत्यगर्तो ब्रह्मैवाहमस्मि ब्रह्मैवाहमस्मि. ओम शांति शांति शांति.